നീ എന്താ ടാക്കിൾ ചെയ്യാൻ നോക്കിയതാണോ? വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അതിനുള്ളിൽ പിടിച്ചിരിക്കും. നിന്റെ ടീമുകാർ ഇത്ര മോശമായിട്ടാ കളിക്കുന്നേ. അലമ്പ്. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. പെട്ടെന്ന് ബോൾ പാസ് ചെയ്യ്. എന്റെ ബോൾ തട്ടാൻ വരികയാണോ? എന്നാ നമുക്ക് കാണാം. നിങ്ങളിങ്ങനെ കളിച്ചത് ഒട്ടും ശരിയായില്ല. ഇത് തെറ്റാണ് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. കാരണം GJ ഫുട്ബോളിന്റെ 5 മാച്ച് അവൻ ജയിച്ചിരിക്കുന്നത്. ആരെങ്കിലും എന്നെ ഏറ്റുകൂടാനുണ്ടോ? എല്ലാരും എന്തിനെ പേടിച്ച് മാറി നിൽക്കണേ? വാ, മുന്നോട്ട് വാ. നീ എനിക്ക് പുതിയൊരു GJ ഫുട്ബോളർ വാങ്ങിച്ചു തന്നേ പറ്റൂ. ആദ്യം നീ പഠിച്ചു തുടങ്ങ, എന്നിട്ട് ഞാനൊരു മേടിച്ചരാം. ഏയ്, ഞാൻ കളിക്കാൻ റെഡിയോ? ആരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞ. കോളല്ലേ? നീയോ? നീയാണ് എനിക്കെതിരെ കളിക്കാൻ പോകുന്നത്. എന്റെ കൈയുടെ അത്ര പോലും നീളമല്ലല്ലോ നിനക്ക്. അല്ല, നീ എന്നെ ഇൻസൾട്ട് ചെയ്യണോ തടിയോ? അങ്ങനെ തന്നെ വെച്ചോ. എന്ത് ചെയ്യും നീ? അതെ, GJ ഫുട്ബോളിന് ശരീരത്തിന്റെ വലുപ്പമല്ല പ്രധാനം. അവനെ പോലെ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റും. ഞങ്ങള് തോക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നിന്റെ സ്കൂൾ ബാഗ് ഞങ്ങൾ ചുമക്കുന്നതായിരിക്കും. അല്ല, ഒരു 2 ആഴ്ച ആക്കിക്കോ. അല്ല, 1 മാസത്തേക്കാക്കാം. എന്നാ പിന്നെ 1 വർഷം ആക്കാം അല്ലേ? ഇതൊരു നല്ല ഡീലാ. നീ തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നേ. പിന്നീട് വാക്ക് മാറാൻ പാടില്ല. നമുക്ക് സ്കൂളിൽ വെച്ച് കാണാം. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. എന്നെ മറക്കരുത്. നിനക്കത് തലക്ക് വട്ടാണോ? ഓ, നിന്റെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? ആത്മവിശ്വാസം കൂട്ടിയെന്നോ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്ര നാളായിട്ടുണ്ട് ഈ വൈറസ്? ഒരു 5 മിനിറ്റ് ആയി കാണും സാർ. എത്ര ഡാറ്റ പോയിരിക്കുന്ന വല്ല അറിയോ? ഇത്തവണ നടന്ന എക്സാമും പിന്നെ അതിന്റെ റിസൾട്ടും കുട്ടികളുടെ അറ്റൻഡൻസിന്റെ റെക്കോർഡ്സും. അല്ല, എന്താ പറ്റിയേ? സ്കൂളിന്റെ കമ്പ്യൂട്ടറിൽ എന്തോ വൈറസ് കയറിയത്രേ. അതുകൊണ്ട് എക്സാമിന്റെ റിസൾട്ട്സും അറ്റൻഡൻസും ഒക്കെ മാഞ്ഞു പോയെന്ന് അവര് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. വാവ്, അത് ശരിക്കും നല്ല കാര്യം തന്നെ. ഞാൻ തന്നെ 3 പ്രാവശ്യം ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ റെക്കോർഡ്സ് ഒക്കെ മാഞ്ഞു പോട്ടെന്ന് വെച്ചാൽ നല്ല കാര്യല്ലേ? അപ്പോഴേ മിസ്റ്റർ ചെൻ, നിങ്ങൾക്ക് ഇതൊന്ന് നിർത്താൻ പറ്റുമെന്ന് നോക്ക്. ഞാൻ പരമാവധി റെക്കോർഡ്സ് എല്ലാം തിരിച്ചെടുക്കാൻ നോക്കി. പക്ഷെ ഇത് ഭയങ്കര പ്രയാസമുള്ള വൈറസ് ആണെന്ന് തോന്നുന്നത്. എന്ത് ചെയ്താലും ഡേറ്റ എല്ലാം മാഞ്ഞു പോകും. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാരും ഒരിക്കൽ കൂടി എക്സാം എഴുതേണ്ടി വരും. എനിക്കിതിനെ നിർത്താൻ പറ്റുന്നില്ല സർ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്ന് വായടച്ച് മിണ്ടാതെ നിൽക്ക്. ഇനി എത്ര സമയം വേണ്ടിവരും ഇത് നന്നാക്കാൻ? സാർ, ഒരു 5 മിനിറ്റ് കൂടി സാർ. എന്നെ കൊണ്ട് പറ്റില്ല സർ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വൈറസാ. ഞാൻ ആവുന്നത് ശ്രമിച്ചു നോക്കി സർ. ഇത് മോശമായി പോയി. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി എക്സാം എഴുതേണ്ടി വരും.
കോൾ ടിമി ഐസക് എവിടെയാണ്? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിയാൻ പാടില്ലെന്നോ? വേഗം അവനെ വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ നല്ല അടി കിട്ടും. പറയാനായിട്ടല്ലോ. ഓക്കെ സാർ. അവനെ ഇവിടുന്ന് കാണുന്നില്ലല്ലോ. ഇവിടെ അവിടെ ഉണ്ടോ നോക്കിയേ. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്താ ഒരു മണം? ആഹാ. ഇത് നല്ല മണമാണല്ലോ. അത് സ്ക്വിഡിന്റെ മണമല്ലേ? അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവനിവിടെ നീ ഇവിടെയാണോ ഇരിക്കുന്നത്? ഐസക്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ ഒരു വലിയ പ്രശ്നത്തിലാണ്. ഇത് ശരിയാന്ന് തോന്നുന്നു. ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുവോ ഐസക്? ഇത് കണ്ടില്ലേ? ഇതിലൊരു ഫ്ലാറ്റ് പ്ലേറ്റ് സോളാർ കളക്ടർ ആയിരുന്നു ഉണ്ടായത്. ഞാൻ ഇതിൽ കുറച്ച് ഓർഗാനിക് ഗ്ലാസ് ഇട്ട് മോഡിഫൈ ചെയ്തു. അതിനുശേഷം ഫ്ലോറോഡൈഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സൂര്യനിലുള്ള എല്ലാ ശക്തികളും ആകർഷിക്കണം. പിന്നെ ഇത് ഫ്ലോറസൻസ് ലൈറ്റും ആകർഷിക്കണം. എന്നാൽ ഇത് പ്രവർത്തിക്കുന്നില്ല. ഞാനിപ്പോ ആലോചിക്കുക ഇത് എന്തുകൊണ്ടാ ചെയ്യാത്തെന്ന്. നീ എന്താ പറഞ്ഞത് മനസ്സിലായില്ല. ശരി, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യ്. അത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെ കരിയില്ലായിരുന്നോ? അത് നോക്ക്, ഞാൻ ബുദ്ധിമുട്ട് ചെയ്തതല്ല, ഇപ്പൊ കരിഞ്ഞു പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്വിഡ് എനിക്കിപ്പോ തിന്നാൻ പറ്റാതെ പോയി. അതൊക്കെ പോട്ടെ, എത്രയും പെട്ടെന്ന് നമ്മളെ താഴേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എക്സാം എഴുതേണ്ടി വരും. നീ ഒന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. നോക്കിക്കേ, ഈ ഒരെണ്ണം അത്ര കരിഞ്ഞിട്ടില്ലല്ലോ. ഓ, എന്നെ വേഗം വിടൂ, ഞാൻ വരാൻ പറഞ്ഞ വരട്ടെ. ഇരിക്കുവാ. ഐസക് വേഗം ആവട്ടെ, എനിക്കറിയാം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഐസക് തന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് പറ. ഓ, ഇതാകെ കുഴപ്പമായി പോയല്ലോ. ഇനി ഒരു വഴിയില്ല, പെട്ടെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കണം. നീ എന്തിനാ ഇത്ര സന്തോഷിക്കുന്ന? ആ എക്സാം എഴുതാൻ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയത്. ഇനി വീണ്ടും എഴുതേണ്ടി വരും. നീ അത് കണ്ടോ? നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? 100-ലും കൂടുതലാണോ നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്? നീ എന്താ ഐസക് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ പറയാം സാർ, ഡേറ്റ കാണാതെ പോയത് ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഇതിങ്ങനെ നമ്പർ കൂടുന്തോറും നിങ്ങളുടെ ഡേറ്റയ്ക്ക് ഒരു പ്രശ്നവും വരില്ല. അത് സേഫ് ആയിരിക്കും. ഞാൻ കുറച്ച് താമസിച്ചു അല്ലേ? എന്നെ കൊണ്ട് മുഴുവനും നിർത്താൻ പറ്റിയില്ല. എന്നാൽ നിങ്ങളുടെ ഡേറ്റ മാഞ്ഞു പോകാതെ എന്നെ കൊണ്ട് തടയാൻ പറ്റി. ഐസക്, നീ ആള് ഭയങ്കര ക്യാമറാണല്ലോ. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സാറിനും ഇത് പിടിച്ചു നിർത്താൻ നല്ല ഒരു ഐഡിയ കിട്ടിയേനെ. ഒരു മത്സരത്തിൽ ജയിക്കുന്നത് ശക്തി കൊണ്ട് മാത്രമല്ല, അത് അവസാനം വരെ എത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള ബുദ്ധിയാണ് വേണ്ടത്. എന്താ, ശരിയല്ലേ? അതെ, നീ പറഞ്ഞത് വളരെ ശരിയാ. മിസ്റ്റർ വോങ്, സ്കൂൾ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ വെച്ചോളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഡേറ്റ ബാക്കപ്പ് ചെയ്യാം. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വന്ന പണി കഴിഞ്ഞു. ഇനി എനിക്ക് പോയേ പറ്റൂ. എന്നാ ഞാൻ വരട്ടെ കേട്ടോ. ഐസക്, ഐസക്, ഇലക്ട്രോണിക്സ് അല്ലാതെ ബാക്കി എല്ലാ സബ്ജക്റ്റിലും നീ ഫെയിൽ ആയതാണല്ലോ. പിന്നെ നിനക്ക് ഈ 97% ഓവറോൾ സ്കോർ എങ്ങനെ കിട്ടിയെന്നോ എന്നോടൊന്ന് പറ. അപ്പൊ ഇത്രയും നേരം നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? എന്ത് ഐസക് 97%? എന്ത് 97 മാത്രോ? 100 കിട്ടുന്നല്ലേ വിചാരിച്ചത്? നീ എങ്ങോട്ടായി പോകുന്നത്? അവിടെ നിക്ക്. ഞാനും ഒന്ന് നോക്കട്ടെ. ഐസക്കിനെ നമുക്ക് നന്നായിട്ട് അറിയാം. അവൻ ആരെ അങ്ങനെ പറ്റിക്കില്ല. ശരിയാണ് സർ. പ്രൈമറി സ്കൂളിൽ ഇലക്ട്രോണിക്സിന് നല്ല മാർക്ക് മേടിച്ചോണ്ടിരുന്നവനാ. പക്ഷെ ഇന്ന് അവന് 97 മാത്രം കിട്ടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറ്റാൻ കാരണം എന്റെ തെറ്റാണെന്നൊന്ന് നോക്കണം. ഞങ്ങളൊരു വാശിക്ക് ബെറ്റ് വെച്ചു പോയി. നീ ഞങ്ങളെ മാച്ചിൽ സഹായിക്കില്ലേ? അത് നിന്റെ സഹായം ഇല്ലാതെ മാച്ച് ജയിക്കാനാവില്ല. പ്ലീസ് ഐസക്, വാ.
അവൻ ഇന്നലത്തെ മാച്ചിൽ 4 പേരെ തോൽപ്പിച്ചു, അറിയോ നിനക്ക്? അതായത് നമ്മളുടെ 4 GGO ഫുട്ബോൾ പ്ലേയേഴ്സിനാണ് പരിക്കേൽപ്പിച്ചത്. നീ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇതൊരു തുടക്കല്ലേ, തീർച്ചയായും നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെക്കാളും മിടുക്കാൻ നീ ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. നിന്റെ അച്ഛൻ പോയ ശേഷം നീ GGO ഫുട്ബോൾ നിർത്തിയത്. അതിന്റെ കാരണം എനിക്കറിയില്ല. എനിക്കതൊന്നും കേൾക്കണ്ട. നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ 1 വർഷത്തേക്ക് ഞങ്ങൾ അവന്റെ സ്കൂൾ ബാഗ് ചുമക്കേണ്ടി വരും. ഞാനെന്തിനാ ആ കാര്യത്തിൽ തലയിടുന്ന? നമ്മളൊക്കെ ചേട്ടനനിയന്മാരെ പോലെയല്ലേ? നമ്മള് പരസ്പരം സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ശരിയല്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ്, നമുക്ക് ഭാഗ്യം എങ്ങനെയുണ്ടെന്ന് ഒന്നും ഞാൻ പരിശോധിക്കട്ടെ. നീ പോകാതെ അവിടെ തന്നെ നിക്കണേ. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. കോയിൻ ടോസ് ഒന്നും വേണ്ട, ഞാൻ അതിൽ എപ്പോഴും തോക്കുന്നതാ. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ഭാഗ്യത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഒരു പ്രശ്നം വരുമ്പോ നീ ഇങ്ങനെ കൈയൊഴിയുന്നത് ശരിയല്ല. നിനക്കെതിരായി കളിക്കുന്നവന് നല്ല ശക്തി പിന്നെ ബുദ്ധിയുമുണ്ട്. നിന്റെ സാറ്റലൈറ്റിനും കൊണ്ട് നീ കളിക്കാൻ പോയാ തീർച്ചയായും നീ തോറ്റുപോകും. ബുദ്ധിയില്ലാത്തവൻ ആരും അവനോട് മത്സരിക്കാൻ പോവുക. ഐസക്, ഹായ് ഐസക്. അല്ല, ടീമിന്റെയും കാലിന്റെയും കൂടെ നീ GGO ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ലേ? ആദ്യം ഇത് എന്താണെന്ന് പറ. എന്റെ ഗുരുവിന് വേണ്ടിയുള്ള ഗിഫ്റ്റാ, അതായത് നിന്റെ ആന്റിക്ക്. എന്ത്? എന്റെ ആന്റി നിന്റെ ഗുരുവാണെന്നോ? ആന്റി പറ്റി. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഒന്നെങ്കിൽ നീ എന്നെ ആന്റി എന്ന് വിളിക്കണം, അല്ലെങ്കിൽ നീ എന്നെ ബെറ്റി എന്ന് വിളിക്കണം. പേരുകൾ കൂട്ടിച്ചേർത്ത് വിളിക്കരുത്. ഹായ് ആന്റി ബെറ്റി. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളെ ഞാൻ എന്റെ ഗുരുവെന്ന് വിളിക്കാം, മതിയോ? ഞാൻ നിന്നെ കേക്ക് ബേക്ക് ചെയ്യണം എങ്ങനെയാ പഠിപ്പിക്കുന്നത്, അല്ലാതെ കൺഫോ അല്ല, അറിയോ? ഇനി മേലിൽ എന്നെ അങ്ങനെ വിളിക്കരുത്. പ്രായം കൂടിയതുപോലെ തോന്നുന്നു, അതാ. ഓ, ഇതാണോ? ഇത് ആന്റിക്കുള്ള ഗിഫ്റ്റാ. ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധന ഇത്. എനിക്കാണോ? ആ, അതെ, വേണമെങ്കിൽ നോക്കിക്കോ. ഓ, കാണാൻ എന്തൊരു ഭംഗിയാ. എനിക്ക് ഇതാണ് ഏറെ ഇഷ്ടം. നിന്നോട് ആരാ പറഞ്ഞു? ഐസക് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ നിങ്ങൾ ആരും ഇതുവരെ കല്യാണം കഴിക്കാൻ വരാത്ത. ആന്റിക്ക് ഇപ്പൊ അത് മനസ്സിലായി കാണുമല്ലോ. ഈ ചെടിയുള്ള സ്ഥലത്ത് ആരെങ്കിലും വരോ? ഇതൊരു വൃത്തികെട്ട ചെടിയല്ലേ? എന്ത്? അങ്ങനെയാണോ? ഓ, എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ചമ്മന്തിയാക്കിയനെ. ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞ എന്റെ സുന്ദരിയായ ആന്റി. ഞാൻ അങ്ങനെ പറയോ? നീ വെറുതെ കിടന്ന് കളിക്കണ്ട. നീ എന്തിനാ അത് കൊണ്ടുവന്നേ? ശരിക്കും ആ ചെടി നിന്നെ പോലെയാ, കാണാൻ വളരെ മോശ. കൊണ്ടുപോയിക്കോ ഇവിടുന്ന്. എന്നാ ഇത് പിടിച്ചോളൂ, നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ആദ്യം നിനക്ക് വേണ്ടത് നല്ലൊരു മനസ്സാണ്, അറിയോ? അതില്ലെങ്കിൽ പിന്നെ കേക്ക് എങ്ങനെ ബേക്ക് ചെയ്താലും അതിന് മധുരമുണ്ടാവില്ല. എന്ത് നല്ലൊരു ഉപദേശം എനിക്ക് തന്നത്. കാരണം എന്റെ അടുത്തുള്ളതൊരു വിശാലമായ മനസ്സാണ്. പിന്നെ ഞാൻ കാണാനും സുന്ദരിയാ. ഞാൻ എന്റെ ലക്ഷ്യം പൂർത്തിയാക്കും. ഞാൻ എന്റെ ലക്ഷ്യം ഇത് പൂർത്തിയാക്കും. ശരിക്കും ബേക്കറിയാണോ അല്ല ഭ്രാന്ത് ആശുപത്രിയാണോ? ശരിക്കും വട്ട് തന്നെ. അപ്പോ ആർക്കാണ് ഈ ജെല്ലി ഫിഷ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കായിരുന്നു ഐസക്? ആ ബോക്സിനകത്തുള്ള ട്യൂബ് ലൈറ്റ് ഞാൻ മാറ്റാൻ പറഞ്ഞതല്ലേ? ഓക്കേ. ഹേ അങ്കിൾ, ഈ ലൈറ്റ് ലൂസ് ആണ്. ഒട്ടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതാ സ്റ്റോർ റൂമിലുണ്ടാവും, ചെന്ന് നോക്ക്. പെട്ടെന്ന് വേണം. ഐസക്, ഞങ്ങളുടെ സ്കോർ ഇപ്പൊ വളരെ മോശമാണ്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഞങ്ങളുടെ പ്ലേയേഴ്സിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ഓപ്പോണന്റ് ടീമിലെ കളിക്കാര് വല്ലാത്ത ദുഷ്ടന്മാരാ. നമ്മളുടെ പ്ലേയേഴ്സിനൊക്കെ അവര് ദ്രോഹിച്ചു. നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നേ പറ്റൂ, പ്ലീസ്. എന്നെ കൊണ്ട് പറ്റില്ല.
ഇത് മിത്താണോ? അങ്കിൾ പോൾ, എന്തിനാ ഒരു പുതിയ ജിജി ഫുട്ബോളറിനെ ഇവിടെ വെച്ചിരിക്കുന്നത്? എവിടുന്നാ വാങ്ങിച്ച? അല്ല, ഞാനിത് വാങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ വിലയ്ക്ക് നിങ്ങക്ക് തരാൻ പറ്റൂ. നിങ്ങളിത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് എവിടുന്നാ വന്നത്? ഇതിൽ ഞാൻ ലേബിൾ ഒന്നും കാണുന്നില്ലല്ലോ അങ്കിൾ. ഞാൻ ഇവിടെ അല്പം ബിസിയാണ്. നിനക്ക് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? നിന്റെ അച്ഛൻ 2 ദിവസം മുമ്പ് ഇത് ഇങ്ങോട്ട് അയച്ചതാണ്. ഓക്കെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ അച്ഛൻ തന്നതാണെന്നോ? എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞില്ല? അച്ഛൻ തിരിച്ചു വരുന്ന വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാ ജിജിയോ ഫുട്ബോളറെ കൊടുത്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊന്നിത് ചെക്ക് ചെയ്യട്ടെ. ഏയ്, നിന്നോട് ആ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതല്ലേ? ദേ ആ പയ്യനാണ്. അവനിൽ എന്താണ് പ്രത്യേകത മാസ്റ്റർ? അവൻ ഏകദേശം എന്റെ പ്രായമുണ്ടാവും. അവൻ ഇടുന്നത് സ്ലിപ്പേഴ്സ് ആണെങ്കിലും അവന് ജിജിയോ ഫുട്ബോൾ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ മുഖം വളരെ ഫെമിലിയർ ആണ്. യെസ്, ഇത് ഐസക് ആണ്, സൺ ഓഫ് ഗോൾഡ്മാൻ. അദ്ദേഹമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ജിജിയോ ഫുട്ബോൾ എഞ്ചിനീയർ. അവനെ ഫോളോ ചെയ്യ. ഗോ. തീർച്ചയായിട്ടും സർ. നീ പറഞ്ഞത് നിന്റെ ടീം നന്നായിട്ട് കളിക്കുന്നതാണല്ലോ. എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇനി 43 മിനിറ്റിന്റെ ഉള്ളിൽ 2 ഗോൾ അടിച്ചേ പറ്റൂ. നമുക്ക് ആ ഗോള് കിട്ടാൻ വേണ്ടി ഞാൻ ഒഫൻസിലെല്ലാം ഇറക്കാൻ പോകുക. ടൈറ്റനോട് ഡിഫൻസ് മുറുക്കി പിടിക്കാൻ പറയണം. ഓക്കെ? എന്ത് സംഭവിച്ചാലും ലേസറിനെ കൊണ്ട് ഗോൾ അടിക്കാൻ സമ്മതിപ്പിക്കരുത്. ഓൾ റൈറ്റ് ടൈറ്റൻ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നീ നിന്റെ ഒഫൻസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കണം. ആരും പെനാൽറ്റി ഏരിയയിലേക്ക് കടത്തി വിടരുത്, കേട്ടല്ലോ? സാറ്റലൈറ്റ്, നിനക്ക് സമയം കിട്ടണമെങ്കിൽ നെറ്റിന്റെ അടുത്തേക്ക് പോവാൻ നോക്ക്. അവസരം കിട്ടണമെങ്കിൽ ഉടനെ ഷോട്ട് അടിച്ചോ. ആ ദേ നോക്കിയേ, ഐസക് വന്നു. ഇനി നമുക്ക് രക്ഷയായി. ഐസക് വേഗം വാ, നമുക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. എന്ത് മിത്തോ? ഇതിനു മുമ്പ് ഞാനിത് കേട്ടിട്ടില്ലല്ലോ. നീ മാത്രമല്ല കാൾ, ഞാനും ഇവനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടേ ഇല്ല. അതൊന്നും സാരമില്ല. നീ വേഗം ബോക്സ് തുറന്ന് കളിക്കാൻ നോക്ക്. ഇന്ന് നിന്നെ തോൽപ്പിക്കാൻ തടിയോ? എല്ലാവരും നോക്കി നിൽക്കാതെ അറ്റാക്ക് ചെയ്യേ. ലേസർ മുന്നോട്ട്. പേടിക്കണ്ട, അവനൊന്നും ഒന്നുമല്ല, ഞാൻ നോക്കിക്കോളാം. ഹേയ്, എങ്ങനെയുണ്ട്? ഇതൊക്കെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ മെത്ത്, ആ ബോൾ നിനക്കുള്ളത് അടിക്ക്. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? വേഗം കളി തുടങ്ങാം. ഹായ്, ഞാനാണ് ടൈറ്റൻ. ഈ ടീമിന്റെ ഫോൾ ബാക്ക് ആണ്. ഗോളിയുടെ പേര് സ്റ്റോൺ എന്നാണ്. അത് ഫ്രോസ്, മിഡ്ഫീൽഡർ. ഇത് നമ്മുടെ വിന്നർ സാറ്റലൈറ്റ് ആണ്. എന്റെ പേര് മിത്ത് എന്നാണ്. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. അതേ മിത്ത്, എനിക്കും സന്തോഷമുണ്ട്. അവരുടെ ടീമിലെ നമ്പർ 10 സൂക്ഷിക്കണം. അവൻ ഭയങ്കര ഫാസ്റ്റ് ആണ്.
നീ ഒത്തിരി ഫാസ്റ്റ് ആണല്ലോ. ആ പറഞ്ഞ ശരിയാ. ആ കിക്ക് വളരെ നന്നായിരുന്നു, പക്ഷെ ആംഗിൾ തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. ഏത് ആംഗിളായാലും ഞാൻ സ്കോർ ചെയ്യാനാണ് നോക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് സമയമെടുത്ത് ബെസ്റ്റ് ആംഗിൾ നോക്കി അടിക്കാറുള്ളൂ. ഇതെന്താ മിത്തിങ്ങനെ മുമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഗോൾ അടിക്കാൻ നോക്കാതെ വെറുതെ ബോൾ തട്ടിക്കൊണ്ട് ഓടുവാ. ഓക്കെ മെത്ത്, നമ്മുടെ സ്കോർ 4-4 ആണ്. പിന്നെ സമയവുമില്ല. പെട്ടെന്ന് നീ ഇപ്പൊ സ്കോർ ചെയ്യണം. റിലാക്സ്, എനിക്ക് എന്റെ ടീംമേറ്റ്സിനെ അറിയാം. അവര് ബോൾ എന്റെ അടുത്തേക്ക് പാസ് ചെയ്യും. അങ്ങനെ തന്നെ ടൈറ്റൻ, അടിപൊളി. ബോൾ കൈക്കലാക്കാൻ നോക്ക്. നിനക്ക് പറ്റിയില്ലെങ്കിൽ മിത്തിന് ബോൾ പാസ് ചെയ്യ സാറ്റലൈറ്റ്. പെട്ടെന്ന് ഗോൾ അടിക്കും മെത്ത്. ഞങ്ങള് ജയിച്ചു. 5-4. ഇനി ഞങ്ങൾ സ്കൂൾ ബാഗ് ചുമക്കണ്ട. താൻ തോറ്റു. പക്ഷെ ധൃതിയൊന്നുമില്ല. നീ എനിക്കൊരു പുതിയ പ്ലെയറിനെ വാങ്ങിച്ചെന്നാ മതി. ഞാൻ നിങ്ങൾക്ക് ഒന്നും മേടിച്ചു തരില്ല. നീ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്ന വിചാരിക്കണ്ട. തടിയൻ ഗോറില്ലേ. എന്ത് വേണമെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോകാൻ പോവാ. ഏയ്, ആരാ ഇത് ചെയ്തത്? മര്യാദയ്ക്ക് നീ പറഞ്ഞ വാക്ക് പാലിക്കാൻ നോക്ക്. ശരി ശരി, ഞാൻ ചെയ്യാം. കണ്ടതുവരെ മതിയായി എനിക്ക്. വാ പോകാം. GGO ഫുട്ബോളേഴ്സ് ഇപ്പോഴും അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. അവസാനം അവർ വിജയം കൈയടക്കുമ്പോൾ അവർ ലോക പ്രശസ്തരാകും. ഞാൻ പറയുന്നത് എപ്പോഴും ഓർക്കണം മോനെ. എന്റെ അച്ഛൻ കേമനാ. ശരി മോനെ, ഇപ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ ഇത് ശരിയാക്കി തരാം. ശ്രദ്ധിച്ചു നോക്കൂ, അടുത്ത പ്രാവശ്യം നീ വേണം ചെയ്യാൻ. GGO ഫുട്ബോൾ മാർക്കറ്റിൽ വന്ന് 3 മാസമായതേ ഉള്ളൂ. ഈ ഉന്മേഷം ചൈനയിൽ മാത്രമല്ല, ഇംഗ്ലണ്ട്, ബ്രസീൽ, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, ജർമ്മനി, പിന്നെ ലോകത്തുള്ള ഒരു 100 കൺട്രീസ് എങ്കിലും കാണും. ഈ വേൾഡിലുള്ള എല്ലാ കോണ്ടിനെന്റ്സിലും GGO ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യാനുള്ള വേല തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കിക്കോ കൂട്ടുകാരെ, ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സ്പോർട്ടായിട്ട് മാറിയിരിക്കും. അച്ഛനൊരു അതിശയം തന്നെയാ. അച്ഛൻ കണ്ടുപിടിച്ച GGO ഫുട്ബോൾ ഇപ്പൊ വേൾഡ് മുഴുവനും കളിച്ചോണ്ടിരിക്കുകയാണ്. മോനെ, ജർമ്മനിയിലുള്ള GGO ഫുട്ബോൾ ഹെഡ്ക്വാർട്ടേഴ്സ് വരെ എനിക്ക് പോണം. അപ്പൊ പോയിട്ട് എപ്പോഴാ വരിക? ക്രിസ്മസിന് മുമ്പ്.
ഹലോ ആ അച്ഛാ എനിക്ക് ക്രിസ്മസിന് വീട്ടിൽ വരാൻ പറ്റില്ല. ഓക്കെ ശരി. അപ്പോ ഹേ ഐസക് ഒന്നിങ്ങോട്ട് വന്നേ. ഞങ്ങള് വലിയൊരു തീരുമാനം അവിടെ എടുത്തോണ്ടിരിക്കുക. ഞങ്ങള് ജിജോ നാഷണൽ ടൂർണമെന്റിൽ കളിക്കാൻ പോകുന്നു. അതെ, പക്ഷെ ഏറെ പ്രയാസമുള്ള കാര്യ. ഇവിടെ ഒരു 32 ജിജിഒ ഫുട്ബോൾ ലെജൻസ് ഉണ്ട്. നാഷണൽ ടൂർണമെന്റിൽ ഫൈനൽസിലെത്താൻ നമുക്ക് റീജിയണൽസ് ക്വാളിഫൈ ചെയ്യണം. പക്ഷെ ഓരോ റീജിയണിൽ നിന്നും ഒരു ടീം മാത്രമേ ഫൈനൽസിന് വേണ്ടി ക്വാളിഫൈ ആവാൻ പറ്റൂ. നമുക്ക് ഇനി റീജിയണൽ മാത്രം ജയിച്ചാൽ മതി, എന്നാലേ ടൂർണമെന്റിൽ കളിക്കാൻ അവസരം കിട്ടുള്ളൂ. അതെ ശരിയാ. ഈ ഓരോ റീജിയണിലും ചാലഞ്ച് സിസ്റ്റം ഉണ്ട്. അതിനർത്ഥം അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ടീമാ ക്വാളിഫൈ ആവുന്നത്. റീജിയണൽ ചാലഞ്ച് 3 ദിവസത്തിനുള്ളിൽ തീരും. നമുക്ക് പങ്കെടുത്തേ പറ്റൂ. നിങ്ങൾക്ക് ടൂർണമെന്റിന് പോകാനുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലായി. പക്ഷെ കാറ്റ് ഇവിടെ എന്താ ചെയ്യുന്നത് അത് പറയേ. കാരണം കോൾ എന്നെ നിങ്ങളുടെ ടീമിന്റെ മാനേജർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അല്ല, നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ ഇതുവരെ ശരിയായ ഒരു മാച്ച് കളിച്ചിട്ടില്ല, അതും ഒരു ടീം മാനേജർ ഇല്ലാതെ. സ്മാർട്ട് മാത്രമല്ല, ഞാൻ കാണാനും നല്ല സുന്ദരിയാ. നിങ്ങൾക്ക് ജയിക്കാനാവില്ലെന്ന് തോന്നുന്നു, അതാണ് സത്യം. ഏയ്, അവളെ ഇൻചാർജറായിട്ട് മാത്രം വെക്കാനാ തീരുമാനം. അല്ല, ഇവക്ക് നല്ല ദേഷ്യവും വാശിയൊക്കെ ഉണ്ട്. നമുക്കെന്തെങ്കിലും പ്രശ്നം വന്നാ ഇവള് നോക്കിക്കൊള്ളൂന്നേ. നീ എന്തായി പറഞ്ഞത്? നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ? നിങ്ങൾക്ക് സമ്മതല്ലേ? ഞങ്ങൾക്ക് സമ്മത. എന്നാ ശരി, ഞാനും ഇതിന് സമ്മതിക്കുന്നു. ഓക്കേ, എന്നാ വേഗം വാ, നമുക്ക് എന്ന് സൈൻ ചെയ്യാം. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. കളിക്കാൻ താല്പര്യമില്ല. നീ ഞങ്ങളുടെ കൂടെ കളിച്ചേ പറ്റൂ. നീയും മിത്തില്ലാണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. നീയും ഞാനും മിത്തും സാറ്റലൈറ്റും ഡബിൾ ഓഫൻസിൽ ഉണ്ടെങ്കിലേ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നാഷണൽസ് ജയിക്കാം. അതിനുശേഷം ജിജോ വേൾഡ് ടൂർണമെന്റിൽ പോയാൽ വേൾഡ് ചാമ്പ്യൻ ആകാൻ പറ്റും. നീ ഒന്ന് ആലോചിച്ചേ. അപ്പൊ നമുക്ക് വേൾഡ് ചാമ്പ്യൻസ് ആകാൻ പറ്റുമോ? അതെന്തൊരു ചോദ്യമാ നീ ചോദിച്ചത്. ഐസക് ഉണ്ടെങ്കിൽ തീർച്ചയായും പോവാലോ. ഞാൻ കളിക്കാറില്ല, ഒരുപാട് വർഷമായി. ഞാൻ ഇന്നലെ മിത്തിനെ കണ്ടപ്പോ അവനെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ടീമിൽ പങ്കെടുത്തത് എന്ന് കരുതി എനിക്ക് കളിക്കണമെന്നില്ല. അതെ, ഞാൻ നിന്നോട് ചോദിക്കായിരിക്കായിരുന്നു. നിന്റെ അച്ഛൻ എന്തിനാ മിത്തിനെ നിന്റെ അടുത്തേക്ക് അയച്ചത്? മിത്താണോ അദ്ദേഹത്തിന്റെ പുതിയ ഡിസൈൻ? അവനുമായുള്ള ഡീൽ എന്താണ്? അച്ഛൻ എനിക്കല്ല തന്നത്, അങ്കിൾ പോളിനാ കൊടുത്തത്. അങ്കിൾ പോളിന്റെ അടുത്താണ് നിന്റെ അച്ഛൻ പറഞ്ഞയച്ചെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ജിജിഒ ഫുട്ബോളൊക്കെ കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കളിക്കില്ല, അതുകൊണ്ടാ ട്രൈ ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വന്നത്. ആർക്കാ അയച്ചു കൊടുത്തെന്നൊന്നും എനിക്കറിയണ്ട. മിത്ത് നല്ല മിടുക്കനാ, നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാല്ലേ. എനിക്ക് അപ്പോഴേ അറിയാം അവൻ നമ്മളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. അവന്റെ അച്ഛൻ ജിജിഒ സ്പോർട്ടിന്റെ ഒറിജിനൽ ആർക്കിടെക്ട് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഐസക് കളിക്കാത്ത. ഹേ ഷോൺ, അവൻ കളിക്കുമ്പോ നിന്റെ കൂട്ടൊന്നുമല്ലോ കളിക്കുന്നേ. അതെ, അവനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഓൺലൈനിൽ വായിച്ചു. അവന്റെ പേര് ഐസക് എന്നാണ്. കോൾമന്റെ ഒറ്റ മോനാണ്. കോലം, അദ്ദേഹമല്ലേ ഈ ഗെയിം ഡിസൈൻ ചെയ്തത്? അതെ അതെ, അവൻ തന്നെ. അപ്പൊ ഐസക് വളരെ നല്ല കളിക്കാരനായിരിക്കും അല്ലേ? അതെ, പക്ഷേ അവൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ജിജിഒ ഫുട്ബോൾ കളിച്ചിട്ടില്ല. കളി നിർത്തുന്നതിന് മുമ്പേ അവനായിരുന്നു ബെസ്റ്റ്. അവൻ ഇത്ര നല്ല കളിക്കാരനാണെങ്കിൽ പിന്നെ എന്തിനാ കളി നിർത്തിയത്? അതിനെക്കുറിച്ച് കുറെ റൂമേഴ്സ് ഞാൻ ഓൺലൈനിൽ വായിച്ചു. പക്ഷെ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, മിത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അവൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആ വീഡിയോ നേരിട്ട് കണ്ടതാണ്. എനിക്കറിയാം, മിത്ത് ശരിക്കും മറ്റുള്ള ജിജിഒ ഫുട്ബോളേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് കളിക്കുന്നത്. ആ പറഞ്ഞത് നേരാ. അവന്റെ ഷൂട്ടിംഗ് സ്കിൽസും ഡ്രിബിളിംഗും ഒക്കെ ഞാൻ ഈ ഗെയിമിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതിശയം തന്നെ.
പക്ഷേ അത് മാത്രമല്ല കാര്യം. സ്കില്ലിനെക്കാളും വലുതായി മിത്തിനെ സഹായിക്കുന്ന ഒരേ ഒരു ഘടകം അവന്റെ പവറാണ്. അവനെ കണ്ടാൽ അവന്റെ ഉള്ളിൽ ടാലന്റിന്റെ ഒരു വലിയ സ്ഫോടകം തന്നെയുണ്ട്. അതേത് നിമിഷവും പുറത്ത് കൊണ്ടുവരാം. പക്ഷെ ചില സമയം അവന്റെ ടീമിന് തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യാനും ചാൻസ് ഉണ്ട്. എനിക്ക് ഉറപ്പാണ് ഐസക് അവനെ ആദ്യമായി ഉപയോഗിച്ചത് ഈ കളിക്കായിരിക്കും. എന്നാലും അവന്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ അവൻ തിരിച്ചറിഞ്ഞു കാണും. പിന്നെന്താ നീ ഇന്നലെ അവരുടെ കൂടെ ചേർന്ന് കളിക്കാഞ്ഞത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. സമയമാവുമ്പോ അവൻ തന്നെ എന്റെ അടുത്തേക്ക് വരും. ഞാൻ എന്റെ പ്ലെയിൻ ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞു. എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനിയിലേക്ക് പോകണം. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം. ഞാൻ നിനക്ക് വേണ്ടി വേറൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ടാണത്. റീജിയണൽ GGO ടൂർണമെന്റ് കഴിഞ്ഞിട്ട്. നിനക്ക് എന്റെ ഒപ്പം കുറച്ചു ദിവസം കൂടി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഐസക് എന്തായാലും നമ്മളെ ചാലഞ്ച് ചെയ്യാൻ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും ആ പ്ലെയർ എങ്ങനെയാ കളിക്കുന്നതെന്ന് എനിക്ക് കാണണം. ഓ എന്റെ അമ്മോ. ഇതാ നിങ്ങൾക്കായിട്ട് ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഏയ്, എന്താ എന്റെ ബേക്കിംഗ് അത്രയ്ക്ക് മോശമാണോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്തത് കഴിച്ചിട്ട് എനിക്ക് 2 ദിവസം വയറിളക്കായിരുന്നു. അത് മറന്നോ? ദയവേത് എന്നെ തീട്ടിക്കല്ലേ ആന്റി. മര്യാദയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ഇത് കഴിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി ചമ്മന്തിയാക്കും. എന്ത് ഇതോ? ഇതെനിക്ക് വലിയ ഇഷ്ടല്ലേ. എത്ര വേണമെങ്കിലും തന്നോളൂ, ഞാൻ എല്ലാം കഴിക്കാം. വളരെ നന്നായിട്ടുണ്ട്. ഇന്ന് ഞാൻ നല്ല രുചിക്കാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാമോ നിനക്ക്? ഇതിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. എരിവ്, പുളി, ഉപ്പ്. കഴിച്ചു നോക്ക് വേഗം. ഇതിൽ ഓരോന്ന് എടുത്ത് കഴിച്ച് ഇതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് നീ ഒരു പേപ്പറിൽ എഴുതി വെക്കണം, കേട്ടല്ലോ? ശരി, എനിക്ക് അകത്ത് ഒരുപാട് പണിയുണ്ട്. പിന്നെ കാണാം കേട്ടോ. ഞാൻ വിളിച്ചത് നിന്റെ അച്ഛൻ ഇങ്ങോട്ടൊരു ബോക്സ് അയച്ചിട്ടുണ്ടെന്ന് പറയാനാ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. അദ്ദേഹം വിളിച്ചില്ലേ? ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും മെയിൽ അയച്ചോ? അതിന് മെയിൽ അയക്കാൻ ഞാൻ എന്റെ ഇമെയിൽ ഐഡി ഒന്നും കൊടുത്തിട്ടില്ല. സംശയം നീ തന്നെ വന്ന് നോക്ക്, അപ്പൊ അറിയാം. അല്ല, എനിക്ക് വരണമെന്നില്ല. ഒന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ മതി. ഞാൻ ഇവിടുന്ന് ചെക്ക് ചെയ്തോളാം. എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ ഓൺ ചെയ്യാം. ഒന്ന് വേഗം. ശരി ശരി, നീ ഇങ്ങനെ ബഹളം വെക്കാതെ. ഞാൻ വിചാരിച്ച പോലെ തന്നെ 3 ദിവസം മുമ്പ് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഹേയ് പോൾ, എനിക്ക് നിന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. അതായത് നിനക്ക് അറിയാവുന്നതല്ലേ, ഞാൻ പ്രൊഫസർ ജിജിയോ ഫുട്ബോളിനെ പറ്റിയുള്ള റിസർച്ചിൽ സഹായിക്കുകയാണെന്ന്. പ്രൊഫസർ ജിജിയോ കഴിഞ്ഞ മാസം ഇവിടെ നിന്ന് കാണാതെ ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹത്തെ ഇതുവരെ കിട്ടിയില്ല. ഇത്രയും മാസങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ജിജിയോ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഇതിലെന്തോ ബന്ധമുണ്ട്. ഇത് പ്രയാസമാണ്. ജിജിയോ വേൾഡ് ഫുട്ബോൾ അസോസിയേഷന്റെ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. ഒരാൾക്കും അതിനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ജിജിയോ ഫുട്ബോളിന്റെ മെയിൻ ഫ്രെയിമിലേക്ക് കിടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിന് എനിക്ക് നിന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. ഞാൻ നിനക്കൊരു പുതിയ ഫുട്ബോൾ പ്ലെയറിനെയാണ് അയച്ചു തന്നത്. ഏറ്റവും നല്ല ജിജിയോ ഫുട്ബോൾ കൺട്രോളറിനെയാണ് എനിക്ക് ആവശ്യം. മിത്തിനെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. എന്നിട്ട് ജിജിയോ ഫുട്ബോളിന്റെ വേൾഡ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറയണം. ജിജിയോ ഫുട്ബോളിന്റെ മെയിൻ ഫ്രെയിമിലേക്ക് കിടക്കാൻ ആ ഒരൊറ്റ വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. ആരോടും ഈ കാര്യം പറയരുത്. ഐസക് അറിയരുത്. അവന് കളിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അത് സഹിക്കാനുള്ള കഴിവ് അവനില്ല. പോൾ, ടൈറനെ കുറിച്ച് നീ കേട്ട് കാണുമല്ലോ. അവൻ ഏറ്റവും വലിയ അപകടകാരിയാണ്. ഈ കാര്യം വളരെ രഹസ്യമാണ് പോൾ. എന്തായാലും നീ എന്നെ സഹായിച്ചേ പറ്റൂ. നമ്മൾ കൂട്ടുകാരാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഞാൻ ഈ ലോകത്താകെ വിശ്വസിക്കുന്നത് നിന്നെ മാത്രമാണ്. അതുകൊണ്ട് ഈ വിവരം ആരോടും പറയരുത്. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. യാതൊരു കാരണവശാലും മറ്റാരും ഇത് അറിയരുത്. എന്റെ പണി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ വിളിച്ചിരിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അച്ഛാ, നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കാത്തെ? അച്ഛന് വിശ്വാസം ഉണ്ടെങ്കിലും ഒരു സഹായം ആവശ്യം വന്നാൽ എന്തുകൊണ്ട് എന്നെ വിളിക്കാത്തെ? ഞാൻ ഐസക, എന്റെ അച്ഛൻ ഇപ്പൊ ബിസിയാ. മെസ്സേജ് തന്നാലും മതി.
എന്താ എന്താ നീ എന്നോട് വേഗം വരാൻ പറഞ്ഞ്? എനിക്ക് എന്തുമാത്രം ജോലിയുണ്ടെന്ന് നിനക്ക് അറിഞ്ഞോടെ? ഹായ് പോൾ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഇപ്പൊ നിന്റെ തീരുമാനം എന്താ? എനിക്ക് അച്ഛനെ സഹായിക്കണം. നിന്റെ അച്ഛൻ തന്നെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് സഹായിക്കാൻ പറ്റുമെന്ന് അയാൾക്ക് തോന്നുന്നില്ല. ഞാൻ മെച്ചൂർഡ് അല്ലെന്ന വിചാരം, പക്ഷെ ഞാൻ അങ്ങനെ അല്ല. നീ എന്തൊക്കെയാ ഈ പറയണത്? ഈ രീതിയിൽ നീ സംസാരിച്ച അതിന്റെ അർത്ഥം നിനക്ക് മെച്യൂരിറ്റി ഉണ്ടെന്നാണോ? പറ. എനിക്ക് നന്നായിട്ട് എന്റെ അച്ഛനെ സഹായിക്കാൻ പറ്റും. ആദ്യം എനിക്ക് നല്ല GGO ഫുട്ബോൾ സ്കിൽസ് ഉണ്ട്. മിത്തിനെ എനിക്ക് വേൾഡ് ടൂർണമെന്റിന് കൊണ്ടുപോകാൻ കഴിയും. മാത്രല്ല ഞാൻ അദ്ദേഹത്തിന്റെ മോനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് ഞാൻ മാത്രമായിരിക്കും. ആദ്യം നീ ആ GGO പ്ലെയറിനെ എനിക്ക് ഇങ്ങോട്ട് തന്നെ. പറ്റില്ല, മിത്ത് എന്റെ സ്വന്തമാണ്. അവനെ ഒരു തെറ്റായ ആളുടെ കയ്യിൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല. ഇതെന്റെ സത്യമാണ്. ആ ടൂർണമെന്റിൽ പങ്കെടുത്ത് ഞാൻ വേൾഡ് ചാമ്പ്യൻ ആകും. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ നമ്മൾ ഈ കളിയിലൊക്കെ ജയിക്കും. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഐസക് നീയും വരുന്നോ? ശരി, ഞാൻ കളിക്കാൻ വരാം. അത് അടിപൊളി കാര്യമാണല്ലോ. എന്തുപറ്റി? നീ എന്താ പെട്ടെന്ന് നിന്റെ തീരുമാനം മാറ്റിയേ? എനിക്ക് ഒരാളുടെ അടുത്ത് പ്രൂവ് ചെയ്യണം ഞാൻ ഒരു ബെസ്റ്റ് പ്ലെയർ ആണെന്ന്. GGO ടൂർണമെന്റിൽ പങ്കെടുത്ത് വേൾഡ് ചാമ്പ്യൻ ആകണം. അതാണ് എന്റെ ആഗ്രഹം. അത് നിങ്ങൾ അറിയണ്ട. ഹായ്, എന്റെ പേര് ഐസാക്. ഞാനാണ് മിത്ത്, പൊസിഷൻ ഫോർവേഡ്. അപ്പൊ നമ്മൾ ഇന്നു മുതൽ പാർട്ട്നേഴ്സ് ആണ്, ശരിയല്ലേ? എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം നിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? മിസ്റ്റർ കോൾമാനാണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ മോനാണ്. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പറയൂ, എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് പറ. ഇല്ല, പക്ഷെ എനിക്ക് നിന്നെ പരിചയമുണ്ട്. നീ എന്താ പറയുന്നത്? മിസ്റ്റർ കോൾമാന്റെ ഡെസ്ക് മുഴുവനും നിന്റെ ഫോട്ടോസ് കുറെ അധികമുണ്ട്. അദ്ദേഹം എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. കാരണം നിന്റെ ബർത്ത്ഡേക്ക് പുള്ളിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല എന്നുള്ള വിഷമം. ഓക്കെ മിത്ത്, നീയും ഞാനും ഒറ്റക്കെട്ടായി ഈ ടീമിനെ GGO വേൾഡ് ടൂർണമെന്റിൽ കൊണ്ടുപോകണം. നമ്മൾ രണ്ടുപേരുടെ പ്രധാനപ്പെട്ട ജോലി ഇതാണ്. തീർച്ചയായും നമുക്ക് അടിച്ചു പൊളിക്കാം. നിങ്ങൾ തന്ന ഡേറ്റ കൺഫേം ചെയ്യും. കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ GGO കാർഡ് തിരിച്ചു തരിക. ക്യാറ്റ്, ആ ചാമ്പ്യൻ സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് നോക്കിയേ. ഇത് നോക്കാം. ക്യാപ്റ്റൻ ഷോണോ? 37 മാച്ച് ജയിച്ചൊരു ടീമിനെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കാൻ പോകുന്നേ? പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ തന്നെ കളിക്കാൻ തുടങ്ങിയ ആ റെക്കോർഡ് നമുക്ക് കിട്ടിയാലോ? ട്രൈ ചെയ്യാന്നേ. എന്റെ ഊഹം ശരിയാണെങ്കിൽ 2 വഴിയുള്ളൂ ഒരു ടീമിന് 37 തവണ ജയിക്കണമെങ്കിൽ. അതെന്താന്ന് പറ. ഒന്നെങ്കിൽ അവർ ചീറ്റേഴ്സ് ആയിരിക്കും. ഓ എന്റെ ടീമി, ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഗെയിമാണിത്. എല്ലാ മാച്ചും മോണിറ്റർ ചെയ്യാൻ ഇലക്ട്രോണിക് റഫറീസ് ഉണ്ട്. അവര് ശരിക്കും ചീറ്റേഴ്സ് ആണെങ്കിൽ ആരും കാണാതെ ഇങ്ങനെ 37 ജയിക്കാനാവില്ലെന്ന്. ഞാൻ പറയാൻ വന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ഷോക്ക് ആവരുത്. ഇനി അതെന്താണാവോ? ചിലപ്പോ അവര് ലക്കി ആയിരിക്കും. എന്താ? ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ വിഡ്ഢിയാണെന്ന് പറയും. ടാലന്റ് ആണ് ഈ ഗെയിമിൽ വളരെ പ്രധാനം. ഞാൻ ആ ഒരു കാര്യം മാത്രമാണ് വിശ്വസിക്കുന്നത്. ഓ ഇതെന്താ ഇത്? എന്നെ നീ വീണ്ടും തോൽപ്പിച്ചല്ലോ. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ജയിച്ചോട്ടെ.
ഹലോ ഷോൺ, ജിജിഒ ഫുട്ബോൾ റീജിയണൽ മാച്ചിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങൾക്കൊരു മാച്ച് ഉണ്ട്. ടൂർണമെന്റ് തീരാറായ സമയത്ത് ഒരാൾ നമ്മളെ ചാലഞ്ച് ചെയ്യാൻ വരുന്നോ? ഇത് അവൻ തന്നെ ആയിരിക്കും. ഐസക് അല്ലാതെ വേറെ ആരും ആയിരിക്കാൻ വഴിയില്ല. അത് ഐസക് അല്ലേ? അതെ, അത് ശരിയാണ്. നാളത്തെ കളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു വിഷയത്തെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ആവേശം കാണിക്കുന്നത് കാണുമ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട് മാസ്റ്റർ. ഞാൻ എന്റെ ജിജിഒ കോഡ് ആക്സസ് ചെയ്തു. നമുക്ക് നാളെ ഒരു മാച്ച് ഉണ്ടല്ലോ അല്ലേ ഐസക്? അതെ മെത്ത്, ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. 37 മാച്ച് ജയിച്ച ടീമിനാണ് നമ്മൾ എതിർക്കാൻ പോകുന്നത്. നീ പേടിക്കുന്നോ? ഇല്ല, ഞങ്ങൾ റോബോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടിയും വേദനയൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾക്കാകെ അറിയാവുന്നത് കഴിവിനൊത്തവണ്ണം പരിശ്രമിക്കണമെന്നതാണ്. ഞങ്ങളിലാരും ഒരുപാട് ചിന്തിക്കാറില്ല, കാരണം ഞങ്ങൾ വെറും മിഷൻ മാത്രമല്ലേ. ഓ, അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ലോകം മുഴുവനും ജിജിഒ ഫുട്ബോൾ വളരെ പ്രശസ്തമായിരിക്കുന്നത്. കാരണം എല്ലാ പ്ലേയേഴ്സും വളരെ ബുദ്ധിമുട്ടിയാണ് കളിക്കുന്നത്. ഇതിൽ മനുഷ്യരുടെ പ്രയത്നം ഒന്നുമില്ല. ആകെ അവർ പ്ലേയേഴ്സ് മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ശരിയാ. അതുകൊണ്ടാണ് ഈ ഗെയിം ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയത്. ഈ ഗെയിം പോകുന്ന വഴിയും അതിന്റെ റിസൾട്ടിന്റെ കാരണം ഞങ്ങളുടെ സ്കിൽസും കോപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി മാത്രമല്ല, ഞങ്ങളുടെ ഹ്യൂമൻ കൺട്രോളേഴ്സിന്റെ മാനസികാവസ്ഥയും കോൺഫിഡൻസ്, അവരുടെ വികാരം, വിചാരം എല്ലാം ഗെയിമിൽ കാണാം. ഐസക്, എല്ലാം നീ കളിക്കുന്ന പോലെ തന്നെ. നിനക്കൊരുപാട് വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഐസക്. നീ പറഞ്ഞത് ശരിയാണ്. മറ്റുള്ളത് ഒന്നും ശ്രദ്ധിക്കാതെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് മാത്രമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം. നീ സമാധാനമായി ഇരിക്കെ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നോട് തുറന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. എന്നോട് നന്ദിയൊന്നും പറയണ്ട. നന്ദി നമ്മുടെ പ്രോഗ്രാം ഇന്റലിജൻസിനോട് പറഞ്ഞ മതി. എല്ലാ ജിജിഒ ഫുട്ബോളേഴ്സിനും ഞങ്ങളുടെ പ്രോഗ്രാം തന്നിട്ടുണ്ട്. നിന്നെ ഞങ്ങളെ ഉണ്ടാക്കിയ ആളെയും. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ അച്ഛനെയാണ്. അത് നല്ലൊരു ക്യാച്ചായിരുന്നു മേത്ത്. കാറ്റ്, നീ ഒന്ന് ഇവിടെ വന്ന് നോക്ക്. എന്താ ഇത്? നമ്മൾ നാളെ കളിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ബിൽഡിംഗ് ആണ് ഇത്. പക്ഷേ ഇങ്ങനത്തെ ബിൽഡിംഗ് ഉള്ളത് വലിയ പ്രശ്നമായി നാളെ മാറും. അതെയോ? എന്തു പ്രശ്നം ഉണ്ടാവുക? ഈ ബിൽഡിംഗിന്റെ ബുദ്ധിമുട്ട് കാരണം നാളെ നമ്മൾ ജയിക്കോ തോക്കോ എന്ന് പറയാൻ പറ്റില്ല. നീ ഒന്ന് വ്യക്തമായിട്ട് പറ. അതെനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? നമുക്ക് ഈ മാച്ച് എങ്ങനെയും ജയിച്ചേ പറ്റൂ. എന്താ ഐസക് നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന? എന്തായാലും എന്നോട് പറ. കാണാൻ സുന്ദരിയായ ഒരു പെണ്ണ് എന്തെങ്കിലും ചോദിച്ചാ അങ്ങനെ മിണ്ടാതിരിക്കരുത്. നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഐസക് ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. കണ്ടോ, അവള് കാറി പൊളിച്ചിട്ട് അവൻ അനങ്ങുന്നില്ല. എന്താ ഐസക് നീ ബിൽഡിംഗ് തന്നെ നോക്കുന്ന? ഒന്നും മിണ്ടാതിരിക്കോ. നാളെ ഗെയിം ജയിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നിവിടെ കൊറേ ഗേൾസ് ഉണ്ടല്ലോ. സാധാരണ നമ്മുടെ സ്കൂളിൽ ഇത്രയും ഗേൾസ് ഉണ്ടാവാറില്ലല്ലോ, അല്ലേ? എനിക്ക് വേണ്ടി എന്തുകൊണ്ട് കാത്തിരുന്നില്ല? ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എന്നെ വിളിക്കേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. എന്തോന്ന് ഞങ്ങള് രാത്രി ഉറങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി ബാനർ ഉണ്ടാക്കിയത്? ഇത് കണ്ടില്ലേ? ഗോ വേൾഡ് ചാമ്പ്യൻസ്, നിങ്ങളാണ് ബെസ്റ്റ്. ഗോ വേൾഡ് ചാമ്പ്യൻസ്, നിങ്ങളാണ് ബെസ്റ്റ്. അവളിവിടെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ദേഷ്യം വന്ന അവള് നല്ലതൊന്നും ആലോചിക്കാറില്ല. അവളെ അധികം കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതൊക്കെ അവള് നമ്മൾക്ക് വേണ്ടിയല്ലേ ചെയ്യണേ, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കണം. എന്തായാലും ഞാൻ നിങ്ങളുടെ മാനേജർ അല്ലേ. നിങ്ങൾക്ക് വേണ്ടി ചിയർ ചെയ്യുകയാണ് എന്റെ ജോലി. ഇതിൽ ഒരു കുറവും വരുത്താൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്.
ദേ വരവ് കണ്ടോ, എന്തൊരു ഭംഗി അവരെ കാണാൻ. ഞാൻ ചെയ്തത് കൂടിപ്പോയെന്നല്ലേ പറഞ്ഞത്. ഇയാളാരാ? ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് സുന്ദരനാ. ഓ, ഷോണിന് ഇപ്പൊ ഒരു ഫാനും കൂടി കിട്ടിയെന്നാ തോന്നുന്നത്. നിങ്ങളുടെ പേര് ഐസക് എന്നല്ലേ? നിങ്ങളുടെ പേര് ഷോൺ എന്നല്ലേ? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കൂടെ കളിക്കുന്നവരെയും ജിജിയോ ഫുട്ബോളിനെയും തന്നെ ഇൻസൾട്ട് ചെയ്യാണ്, ഇങ്ങനെ ഷൂസ് പോലും ധരിക്കാതെ. മിസ്റ്റർ ഷോൺ, എനിക്ക് ഷൂസ് ഇഷ്ടല്ല, ഞാൻ ചെരുപ്പേ ഇടൂ. പിന്നെ നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഇവൻ ഭയങ്കര അഹങ്കാരിയാണല്ലോ. അവളെന്താ അവിടെ ഡ്രില്ല് കളിക്കാണോ? ഗോ വേൾഡ് ചാമ്പ്യൻസ്, നിങ്ങളാണ് ബെസ്റ്റ്. ഗോ വേൾഡ് ചാമ്പ്യൻസ്, നിങ്ങളാണ് ബെസ്റ്റ്. നിങ്ങളുടെ ടീമിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ടീമിന് പേരില്ലല്ലോ. അത് പിന്നെ ഐസക്, പെട്ടെന്നാവട്ടെ, ഒരു പേര് കണ്ടുപിടിക്ക്. എനിക്ക് കിട്ടിപ്പോയി. നമ്മളാണ് ടീം ബാർഫുട്ട്. ടീം ബെയർഫുട്ടോ? Perseus versus Team Barefoot. ഷോൺ, നിങ്ങൾ ഇന്ന് ഏത് ഗ്ലാസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് മതിയെന്നേ. ഞങ്ങൾ ഹിറ്റ്സ് വിളിക്കുന്നു. ഞങ്ങള് ടൈൽസ് എടുത്തോളാം. കോയിൻ ടോസ് നടന്നാൽ ഉടനെ കിക്ക് ഓഫ് നടക്കുന്നതായിരിക്കും. ടീം ബാരെഫുട്ടും ടീം പെർഷ്യസും തമ്മിലായിരിക്കും മത്സരം. ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ കിക്ക് ഓഫ് ചെയ്യുന്നു. മാച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ടീം ബാരെഫുട്ട് ടീം പെർഷ്യസിനെതിരെ കളിക്കുന്നു. ഏത് സിഗ്നേച്ചർ മൂവ് ഉപയോഗിച്ചായിരിക്കും ടീം പെർഷ്യസിനെ അവർ ഈ പ്രാവശ്യം നോക്കൂ മേ, നേരിടുന്നത്? നമുക്ക് അവരുടെ സ്ട്രാറ്റജി അറിയില്ല. അതുകൊണ്ട് നീ ഒഫൻസിൽ പോയി പെട്ടെന്ന് ഗോൾ അടിക്കണം. മനസ്സിലായി. ബാരെഫുട്ട് ബോളർ മിത്ത് ശരിക്കും ടാലന്റഡ് ആണ്. ടീം പെർഷ്യസിന്റെ ഡിഫൻസ് തകർത്തിട്ടാണ് മിത്ത് മുന്നോട്ട് പോകുന്നത്. ഇനി അവന് ന്യൂക്ലിയസിനെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ന്യൂക്ലിയസ്, അവനെ തടയാൻ നോക്ക്. അവന് നിന്നെ മറികടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. വളരെ നല്ലത്. അവൻ പാസ് ചെയ്യുന്നത് മാത്രമല്ല, അവൻ ഡ്രിബിളും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയസും വളരെ മിടുക്കനാണ്. ന്യൂക്ലിയസ് ആണെങ്കിൽ മിത്തിനെ ഇതുവരെ പാസ് ചെയ്യാൻ സമ്മതിച്ചേയില്ല. മിത്ത് റൈറ്റിൽ നിൽക്കുന്ന സാറ്റലൈറ്റിനാണ് ബോൾ പാസ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് മിത്തിന് വേഗം ബോൾ പാസ് ചെയ്യ്. സാറ്റലൈറ്റ് ബോൾ പെനാൽറ്റി ഏരിയയിലേക്കാണ് കിക്ക് ചെയ്തിരിക്കുന്നത്. ഇരു ടീമിലെ പ്ലേയേഴ്സും ഒരുമിച്ചാണ് ചാടിയിരിക്കുന്നത് ബോൾ എടുക്കാൻ. മിത്തിനാണ് ബോൾ കിട്ടിയിരിക്കുന്നത്. ടീം ബാരെഫുട്ട് വളരെ നല്ല ഒഫൻസിലാണ് തുടങ്ങിയിരിക്കുന്നത്. ലോ റൈറ്റ് എടുത്ത് ഗോൾ അടിക്കേ. നല്ല പവർഫുൾ ഷൂട്ട് ഔട്ട് ആയിരുന്നു. ടീം പെർഷ്യസിലെ ഗോൾ കീപ്പർ ഷാഡോ വളരെ പ്രയാസപ്പെട്ടാണ് ബോൾ തടഞ്ഞിരിക്കുന്നത്. വാവ്, ഇത് കൊള്ളാലോ. ഇവനാൾ മിടുക്കൻ തന്നെ. ന്യൂക്ലിയസിനടുത്താണ് ബോൾ ഇപ്പോൾ. അവന്റെ എതിരെ നിൽക്കുന്നത് ടീം ബാരെഫുട്ടിന്റെ ടൈറ്റൻ ആണ്. ഓക്കെ ടൈറ്റൻ, കൂളായിട്ട് കളിക്ക്. നീ ലെഫ്റ്റിലോ റൈറ്റിലേക്കോ പോണം. ഒന്ന് ആലോചിച്ച് പറയുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കാണ് പോണ്ടത്. ന്യൂക്ലിയസ് ബോളിനെ പാസ് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് ടൈറ്റൻ അത് തടയാൻ കഴിഞ്ഞില്ല. ഐസക്, അവൻ ലെഫ്റ്റിൽ വരുന്ന കണ്ടില്ലേ? പിന്നെ എന്തിനാ നീ ലെഫ്റ്റിലേക്ക് തന്നെ പോയത്? ഇപ്പൊ ഗോൾ അടിക്കാം. ലോവർ റൈറ്റ് കോർണർ. ബോൾ നേരെ ഗോൾ പോസ്റ്റിനടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഗോൾ കീപ്പറിനും അത് തടയാൻ കഴിഞ്ഞില്ല.
എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല, പക്ഷെ മിത്ത് ബോളിനെ തടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവൻ തിരിച്ച് അവിടേക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എത്തിയത്? ശരിക്കും ഫാസ്റ്റ് ആയി തന്നെ അവൻ പോയെന്നേ. അവന്റെ സ്പീഡ് സ്കിൽ വളരെ കൂടുതലാണ്. അവര് നല്ല ബലശാലികളാണ്. അവരുടെ സ്പീഡും ഫോർമേഷനും കോർഡിനേഷനും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഡിഫൻസും സ്ട്രോങ് ആണ്. പ്രത്യേകിച്ചും ആ നമ്പർ 10 കളിക്കാരൻ കേമന. പിന്നെ ആ ഗോൾ കീപ്പർ, അവനെ പ്രശംസിക്കാതെ വയ്യ. ബഹുമെടുക്കനാ. അങ്ങനെയാണെങ്കിൽ ഈ മാച്ച് തോൽക്കുന്ന ഉറപ്പാണല്ലേ? അല്ല, മാച്ച് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്ത് സംഭവിക്കാം? നീ എന്തിനാ പേടിക്കുന്നിട്ട്? ഞാൻ പറയുന്ന കേൾക്ക്, അവരുടെ ഓഫൻസീവ് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കളിക്കാൻ. മനസ്സിലായല്ലോ? മനസ്സിലായി. എങ്ങനെയായാലും ഞാൻ സഹായിച്ചിരിക്കും. ടീം ബെയർഫുട്ടിന്റെ കയ്യിലാണ് ഇപ്പൊ ബോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. നീ എന്തിനാ അങ്ങനെ പറയുന്ന? ആരും സ്കോർ ചെയ്തില്ലല്ലോ. നിങ്ങളുടെ എല്ലാ വീക്ക് പോയിന്റ്സും സെക്കൻഡ് ഹാഫിൽ റിവീൽ ആവും. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിരിക്കണം ഐസാക്. ഞങ്ങളുടെ പ്ലേയേഴ്സ് അത്ര വീക്കാണെന്ന് നീ പറയണ്ട. കുറച്ച് ആലോചിച്ചൊക്കെ സംസാരിക്കണം. നീ ആരോടാ സംസാരിക്കുന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുക്കൾ ആരാണെന്നൊക്കെ അറിയാം. ഇനി നിങ്ങൾ എന്തായിരുന്നു ഞങ്ങൾ വളരെ മോശം. എവിടെ പോയി നിങ്ങളുടെ സ്പോർട്സ് മാഷ്? നീ ചിരിക്കണ്ട. സെക്കൻഡ് ഹാഫിൽ ഞാൻ നിനക്ക് നല്ല ഒരു ഷോക്ക് തരാൻ പോവാ. ഞങ്ങൾ ആ സൈഡ് വന്നതും ഈ ഗെയിം ഞങ്ങളുടെ ആയിരിക്കും. സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സ്കോർ ഇപ്പോൾ 0-0 ആണ്. ടീം പേഴ്സേഴ്സ് ആണ് ഈ പ്രാവശ്യം കിക്ക് ഓഫ് ചെയ്യുന്നത്. ആദ്യം തന്നെ സ്കോർ ചെയ്യാനായിരിക്കും ഈ പ്രാവശ്യം അവരുടെ ശ്രമം. മുമ്പോട്ട് കൊണ്ടുപോകും. ടീം പേഴ്സേഴ്സ് ഈ പ്രാവശ്യം ഒഫൻസീവിലാണുള്ളത്. ടീം ബെയർഫുട്ടിന് ഇതൊരു പ്രശ്നമായിട്ട് മാറുമോ? ഗോ വേൾഡ് ചാമ്പ്യൻസ്, നിങ്ങളാണ് ബെസ്റ്റ്. ഗോ വേൾഡ് ചാമ്പ്യൻസ്, നിങ്ങളാണ് ബെസ്റ്റ്. മിത്ത് ഇപ്പൊ ബോൾ തട്ടിയെടുത്തിരിക്കുന്നു. കാൻറ്റലും കാസ്കിയും അവന്റെ എതിരെ വന്നോണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും മിത്തിനെ തടയാനാണ് ഉദ്ദേശം. മിത്തിന് അവരെ ക്രോസ് ചെയ്യാൻ പറ്റുമോ? മിത്ത് സമാധാനിക്ക്. വേണമെങ്കിൽ ആ പോസ്റ്റ് ഉപയോഗിച്ചു. ഈ ആംഗിളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ബോൾ പോസ്റ്റിൽ അടിച്ച് ബൗൺസായി. മിത്ത് രണ്ട് ഡിഫൻസേഴ്സിനെ ഇടയ്ക്കൂടെ ക്രോസ് ചെയ്യുന്നു. അത് കൊള്ളാമായിരുന്നു. നല്ല ക്രിയേറ്റീവ് മൂവ് ആണ്. ഗോൾ അടിക്കും മിത്ത്. അപ്പർ ലെഫ്റ്റ് കോർണർ ഫ്രീ ആണ്. ഓൾ റൈറ്റ് ന്യൂക്ലിയസ്, അവർക്ക് കാണിച്ചു കൊടുക്ക്. ഓംനി ഡയറക്ഷണൽ ടാക്കിൾ ആക്ടിവേറ്റ്. വന്നു കഴിഞ്ഞു ന്യൂക്ലിയസിന്റെ സിഗ്നേച്ചർ മൂവ്. കണ്ടില്ലേ, മിത്ത് ഇപ്പൊ പ്രശ്നത്തിലാണ്. ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിക്കുന്നു. അവന്റെ മൂവ് കണ്ടില്ലേ? ഇതിലെന്താ ഇത്ര പ്രശ്നമുള്ളത്? വെറും ഒരു ടാക്കിൾ അല്ലേ? സാറ്റലൈറ്റ്, നീ ചെന്ന് അവരെ സഹായിക്ക്. വളരെ നല്ലൊരു ബാക്ക് പാസ് ആയിരുന്നു. പക്ഷേ ന്യൂക്ലിയസ് ഇപ്പോഴും ബോളിന്റെ പുറകിൽ തന്നെ ഉണ്ട്. ടൈറ്റൻ ബോളിനെ പാസ് ചെയ്തു. ഇല്ല, അവൻ വെറും പറ്റിക്കാൻ മാത്രം ചെയ്തതാണ്. അതിനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. മറ്റൊരു ഷോട്ട് അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭംഗിയായിട്ട് ബോളിനെ രക്ഷിച്ചിരിക്കുന്നു. എന്തായാലും ഇനി അടുത്ത തവണ ഗോൾ അടിച്ചിരിക്കും. അവർക്ക് ഓഫൻസിൽ ഒരുപാട് സിഗ്നേച്ചർ മൂവ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡിഫൻസിൽ ഒരു സിഗ്നേച്ചർ മൂവ് പോലും ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇവരെ തോൽപ്പിക്കുന്നത്? അവരുപയോഗിക്കുന്ന ടാക്കിളിന് ഒരുപാട് എനർജി നഷ്ടപ്പെടുത്തേണ്ടി വരും. ഇതിലിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഒരുപാട് സമയം ഇതുപോലെ കളിക്കാൻ പറ്റില്ല. അവസാനം നമുക്കൊരു സമയം കിട്ടും. സാറ്റലൈറ്റ്, ന്യൂക്ലിയസിന്റെ ഒപ്പത്തിനൊപ്പം കളിക്കല്ലേ. നീ ആ ബോൾ ഫ്രോസിനെ പാസ് ചെയ്. കണ്ടിട്ടിപ്പോഴും ടീം ബെയർഫുട്ട് ഗോൾ അടിക്കാൻ ശ്രമിക്കുകയാണ്. അവരിപ്പോഴും ഒഫൻസിലാണ്. വീണ്ടും ഒരു ഷോട്ട് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. അപ്പർ ലെഫ്റ്റ് കോർണറിൽ ഷൂട്ട് ചെയ്. ഇപ്പൊ തന്നെ കണ്ടോ? അവൻ ഒരിക്കൽ കൂടി അപ്പർ ലെഫ്റ്റ് കോർണറിലേക്കാണ് അടിക്കുന്നത്. ഇതൊരു ഗോൾ ആകുമോ? ഗോൾ കീപ്പർ ഷാഡോവിന് അത് തടയാൻ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ അപ്പർ ലെഫ്റ്റ് കോർണറിലാണ് സാധാരണ GGO ഫുട്ബോളിൽ എല്ലാവരും ഗോൾ അടിക്കുന്നത്. എന്ന് വെച്ച് അവിടേക്ക് തന്നെ എപ്പോഴും അടിക്കണമെന്നില്ല. ഷാഡോ, നിന്റെ ഡിഫൻസ് ടീം അവിടെ തന്നെ ഉണ്ട്. ന്യൂക്ലിയസിന്റെ അടുത്ത് ബോൾ പാസ് ചെയ്യ്. കഷ്ടമായി പോയി. ബെയർഫുട്ടിന് ഇതുവരെ അടിക്കാൻ കഴിഞ്ഞില്ല ഗോള്.
ഗോൾ അടിക്കാൻ പറ്റുമോ ന്യൂക്ലിയസിന് ഇപ്പോ? അല്ല നമ്മുടെ ഡിഫൻസിന്റെ ടൈറ്റൻ മാത്രല്ലേ അവിടെ ഉള്ളൂ. ഓ നോ, അത്രേ ഉള്ളൂ, നമ്മളുടെ കഥ തീർന്നു. ന്യൂക്ലിയസ് നേരെ ഗോൾ പോസ്റ്റിനടുത്തേക്കാണ് പോകുന്നത്. ടൈറ്റനെ തടയാനാകുമോ ഇല്ലയോ എന്ന് കാണാം. ഹേ ടൈറ്റൻ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്? അതെല്ലാം തന്നെ ഒന്നുപോലെ തന്നെ, ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. നീ വെറുതെ അവന്റെ മൈൻഡ് മാറ്റണേ ടിമ്മി. ടൈറ്റൻ ഇപ്പൊ ഒരു വലിയ ഷോട്ട് അടിക്കാൻ പോവുകയാണ്. നേരെ ഗോൾ കീപ്പറിന്റെ അടുത്തേക്കായിരിക്കും. ഗോളിക്ക് അത് തടയാനാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. കണ്ടിട്ട് ഇതൊരു ഗോൾ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കോർ ഇപ്പൊ 1-0. വളരെ അതിശയം തന്നെ. അല്ല, നീ ശരിക്കും ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നേ? ഗോ ടീം ബാർഫുട്ട്, കളിക്ക് കളിക്ക്. ഒരു 5 സെക്കൻഡിനുള്ളിൽ അവര് സ്കോർ ചെയ്തത്. നീ എന്തിനാ കോർണറിൽ അടിക്കാൻ പറഞ്ഞ? ഗോൾ കീപ്പർ അവിടെ ഉണ്ടായിരുന്നല്ലോ. കൃത്യസമയത്ത് അവർ കളിച്ചത് കൊണ്ടാണ് ആ ഗോൾ കിട്ടിയത്. അറിയോ? ടീം ബാർഫുട്ട് കിക്ക് ഓഫ് തുടങ്ങി കഴിഞ്ഞു. മിത്താണ് ഇപ്പോൾ ഡിഫൻസിലുള്ളത്. ടീം പേഴ്സേഴ്സിന്റെ ഫുട്ബോളേഴ്സ് അവനെ തടയാൻ ഇപ്പൊ നേരെ എതിരെ വരുന്നുണ്ട്. ടീം ബാർഫുട്ടിന് ഇപ്പൊ ജയിക്കാൻ 2 ഗോളാണ് ഇപ്പൊ ആവശ്യം. സൂക്ഷിച്ചു കളിക്കണം. സാറ്റലൈറ്റ് ഗോൾ മിത്തിന്റെ അടുത്തേക്ക് പാസ് ചെയ്യ്. ഓ വൗ, വളരെ ഭംഗിയുള്ള ഒരു മൂവ് ആയിരുന്നത്. മിത്ത് ബോളിനെ ഷാഡോയുടെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു. അപ്പ ലെഫ്റ്റ് കോർണറിൽ ഗോൾ അടിക്കേ. ഇതെന്താ ഇത്തവണയുമോ? ഇതത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പോഴും എന്തിനാണ് അവൻ കോർണറിലേക്ക് തന്നെ അടിക്കുന്നത്? ടീം ബാർഫുട്ടിലെ മിത്ത് അതേ സ്ഥലത്ത് തന്നെയാണ് പിന്നെ അടിക്കുന്നത് ബോള്. നീ ഇത് എന്താ ചെയ്യുന്ന ഐസക്? ആ കോർണറിൽ അടിക്കാൻ പറയാതെ ഞങ്ങള് പറയുന്ന ഒന്ന് കേക്ക്. നീ എന്നെ വിശ്വസിക്കണം. ഇതാ ഒരു പുതിയ പ്രശ്നം എത്തിയിരിക്കുന്നു. മഴ. ഈ മഴ എങ്ങനെയാണ് ഈ ഗെയിമിനെ ബാധിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഷാഡോ വലിയൊരു പാസ്സാണ് ചെയ്തിരിക്കുന്നത്. മഴയൊന്നും ഈ പ്ലേയേഴ്സിന് ഒരു ബാധകമേ അല്ല. ഇതെന്താ അവൻ ഗോൾ അടിച്ചില്ലേ? ഉപയോഗിച്ച അതേ മൂവ് വെച്ചാണ് ന്യൂക്ലിയസ് ഇപ്പൊ ഒരു ഗോൾ അടിച്ചിരിക്കുന്നത്. എതിരെ കളിച്ച അതേ ടീമിന്റെ അടവ് ഉപയോഗിച്ചാണ് ന്യൂക്ലിയസ് ഇപ്പൊ ഈ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്താ കളിയാക്കിയതാണോ? ഞങ്ങളുടെ മൂവ് തന്നെ നിങ്ങൾ കോപ്പി ചെയ്തു. നാണമില്ലേ? നാണം നിങ്ങൾക്കാ വേണ്ടത്. ഇത്ര ഈസി ആയ ഷോട്ട് ഞങ്ങൾ എടുത്തപ്പോ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ നമ്മളെക്കാളും മിടുക്കരാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഒരു ഗെയിം അവസാനിക്കുന്നത് വരെ നമ്മൾ പോരാടണം. വിശ്വസിച്ചേ പറ്റൂ. ഈ ഗെയിം അവസാനിക്കാൻ വെറും 1 മിനിറ്റ് ബാക്കി. ടീം ബാർഫുട്ട് ഈ മാച്ചിനെ ടൈ ആക്കുമോ എന്ന് സംശയമാണ്. അവർ ഒരു ഗോളെങ്കിലും അടിക്കുമോ? ബോളിനെ സാറ്റലൈറ്റിന് അടുത്തേക്ക് പാസ് ചെയ്യുന്നു. ഇനി ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. സാറ്റലൈറ്റ് നീ റൈറ്റിലേക്ക് അടിക്കാ. ഷോട്ട് അടിക്കാൻ സാറ്റലൈറ്റ് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് വരുന്നു. സ്ട്രോങ് ആയ ഒരു ഷോട്ട് അടിച്ചിരിക്കുന്നു. ഓ, കഷ്ടമായി പോയി. ഷാഡോ വീണ്ടും ആ ബോൾ പിടിച്ചിരിക്കുന്നു. മാച്ച് തീർന്നതിന്റെ വിസിൽ അടിച്ചിരിക്കുന്നു. ഈ ചാലഞ്ച് റൗണ്ടിൽ ടീം പേഴ്സേഴ്സ് ആണ് 2 ഗോളിൽ ജയിച്ചിരിക്കുന്നത്. ആ ചാലഞ്ചിന്റെ അവസാനത്തെ ദിവസം നാളെയാണ്. ഇനിയൊരു ഗെയിം എനിക്ക് കളിച്ചേ പറ്റൂ. ഗുഡ്. അവർക്കെതിരെ ഒരു ഗെയിം കൂടി കളിക്കണോ? നീ എന്താ തമാശ പറഞ്ഞത്? തമാശ അല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ശരി, എങ്ങനെ സംസാരിച്ചാ മതിയല്ലോ. കഴിഞ്ഞ മാച്ചിലെയും ഈ മാച്ചിലെയും എന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് വിഷമം കൂട്ടിയോ? ഞാൻ നിന്നെ കൺട്രോൾ ചെയ്ത ഫസ്റ്റ് മാച്ച് തന്നെ തോറ്റു. നിനക്കതിൽ വല്ല വിഷമമുണ്ടോ? നമ്മൾ വെറുതെ സങ്കടപ്പെട്ടിട്ട് ഇപ്പൊ കാര്യമില്ല. കാരണം നമുക്ക് സമയമില്ല. ഇപ്പൊ അപ്പർ ലെഫ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്. വീണ്ടും കോർണറിൽ അടിക്കണോ? അതെ, കോർണറിൽ തന്നെ. ഇപ്പൊ ലോങ് ഷോട്ട് ഒന്ന് ട്രൈ ചെയ്. അതേ കോർണറിൽ തന്നെ അടിച്ചു നോക്ക്. നീ എന്താ ഷോട്ട് എടുക്കാത്ത? കണ്ടില്ലേ, അവിടെ ഗോൾ കീപ്പർ ഇല്ല.
അതുകൊണ്ട് കോർണറിൽ ഞാൻ അടിക്കുമ്പോൾ ഗോൾ അടിക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും. ഇത് നന്നായി തോന്നുന്നു. ഓ അപ്പൊ ആ കാര്യത്തിൽ നീ 100% കോൺഫിഡന്റ് ആണോ? 92.2%. പക്ഷേ സോറി മിത്ത്, എനിക്ക് 100% കോൺഫിഡൻസ് വേണം. നീ എവിടെ നിന്ന് അടിച്ചാലും ആ ബോൾ അപ്പർ ലെഫ്റ്റ് കോർണറിൽ ഗോൾ അടിക്കണം. എനിക്കിപ്പോ 100% കോൺഫിഡന്റ് ഉണ്ടെങ്കിലും ഷാഡോ ആ മാച്ചിൽ കാണുമല്ലോ. വലിയൊരു വൻമതിൽ പോലെ അവനോട് നിൽക്കുമായിരുന്നു. അവൻ നല്ല മിടുക്കനായ കളിക്കാരനാ. നമുക്ക് ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ആ എതിരാളിയുടെ വീക്ക്നെസ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഷാഡോയുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? അതുകൊണ്ടാ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങ്. ഓക്കേ, ഞാൻ 100% കോൺഫിഡന്റ് ആകുന്നവരെ ഞാൻ എന്റെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഹലോ ബേർഡി ആന്റി. ഇനി എന്നെ അങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാത്തിനും ചവിട്ടി പുറത്താക്കും. അവർ ഐസക്കിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. ഗെയിം പ്രാക്ടീസിന് വേണ്ടിയാ. എനിക്കൊരു ചീസ് കേക്ക് ബേക്ക് ചെയ്യണ കാര്യം പറയണം. എന്റെ കൂടെ മിണ്ടാതെ വന്നാ മതി. പിന്നെ ഐസക്, നീ ഷോണെ തോൽപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചോ? ഇപ്പോഴും ആ കോർണർ അടിക്കാനാണോ ഭാവം? അതെ, അപ്പർ ലെഫ്റ്റ് കോർണർ. ഇന്ന് നമ്മൾ എന്തുമാത്രം ഷോട്ട് അടിച്ചു, അപ്പോഴാണ് അവര് ബ്ലോക്ക് ചെയ്ത്. പിന്നെ നീ എന്തിനാ ആ കോർണറിൽ അടിക്കാൻ തന്നെ ഇങ്ങനെ വാശി? എന്നെ വിശ്വസിക്കേ. നിന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പ്രയോജനം ഇല്ലാത്തത് കൊണ്ടാ. ലെഫ്റ്റ് കോർണറിൽ അടിച്ച 6 ഷോട്ടും ഷാഡോ തടഞ്ഞല്ലോ. കോർണറിൽ അടിച്ച ഗോള് കിട്ടുന്നായിരിക്കും നീ വിചാരിച്ചേ. കാര്യങ്ങൾ അങ്ങനെയല്ല ഐസക്. നാളെ വേറെ കാര്യമായിരിക്കും. അതെങ്ങനെ വേറെ ആയിരിക്കും പറയുന്നേ? അതേ സ്ഥലത്ത് തന്നെയല്ലേ നാളെ മാച്ച്. ഗോൾ കീപ്പർ അയാള് തന്നെ. നീ ഒന്ന് സമാധാനിക്കേ, എന്നെ വിശ്വസിക്കേ, എല്ലാം ശരിയാവും. നമുക്ക് വേറെ കളിയും വേറെ ഫോർമേഷനുമാണ് പ്ലാൻ ചെയ്യേണ്ടത്. നീ കുറെ നേരിട്ട് ആ കോർണറിൽ തന്നെ ഗോൾ അടിക്കാൻ പറയുന്നത്. നിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കുക? അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഐസക്. നോക്ക്, നാളെ എന്ത് ഫോർമേഷൻ ആയാലും ശരി, മെത്ത് അപ്പർ ലെഫ്റ്റ് കോർണറിൽ മാത്രമേ ഗോൾ അടിക്കൂ. ടീം ബെയർഫുട്ട് ഇന്ന് ഗോൾ സ്കോർ ചെയ്യും. അതൊരു വലിയ സംഭവമായിരിക്കും. അവരുടെ മാനേജറായ ഞാൻ സ്മാർട്ടും കാണാൻ നല്ല സുന്ദരവുമാണ്. ഈ വിജയം ആഘോഷിക്കാൻ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യും. ഞാൻ വളരെ നല്ലവളാ. നീ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ടോ? പറ. തീർച്ചയായിട്ടും. ആരും ഇതുവരെ കഴിക്കാത്ത നല്ലൊരു കേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നേ. അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ എല്ലാം വീണ്ടും തുടങ്ങാം. അവർ തമ്മിൽ തെറ്റിയെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. അത് ഇച്ചിരി എളുപ്പമുള്ള കാര്യം എന്നാ തോന്നുന്നത്. ഒന്നെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യണോ, അല്ലെങ്കിൽ സത്യം പറ, നാളെ ജയിക്കുന്ന നിനക്ക് ഉറപ്പാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് അതുകൊണ്ട് സംസാരിച്ചെടുക്കാം. എന്ത് പറയുന്നു? എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? എന്തൊക്കെ പറഞ്ഞാലും അവൻ ആ കോർണറിലേ അടിക്കുള്ളൂ, അത് ഉറപ്പാ. ഹേ ഐസക്, നീ കുറച്ച് സമാധാനത്തിൽ അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്ക്. അവൻ എന്നെ വിശ്വസിക്കുന്നില്ല, പിന്നെ എന്ത് സംസാരിക്കാനാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി. അവര് തമ്മിൽ വഴക്കുണ്ടായി. അതെയോ? എന്തിന്? അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിന്റെ പ്രശ്നം. ഏയ്, കൊച്ചുകുട്ടികളെ പോലെ വഴക്കിടുന്നത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നീ ഷോണിനെ സാവനെ കണ്ടില്ലേ? അവര് നല്ല കൂട്ടുകാരാ. അങ്ങനെ ഒരേ ടീമിലുള്ളവര് സ്നേഹത്തോടെ പെരുമാറേണ്ടത്. അവരുടെ ഒഫൻസ് വളരെ സ്ട്രോങ്ങർ ആണ്. അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതന്നെയാണ് നമ്മളുടെ പ്രശ്നവും. എത്രമാത്രം പ്രയാസമുള്ള മാച്ച് ആയാലും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാതെ സമാധാനം വേണം. എന്തായാലും പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഷോണിന്റെ പെരുമാറ്റം നിങ്ങൾ കണ്ടതല്ലേ? അവൻ മാച്ചിൽ എത്ര കൂളായിരുന്നു. സോറി കാറ്റ്, ഞങ്ങൾ എല്ലാവരും ഫീൽഡ് നോക്കി നിൽക്കുമായിരുന്നു. അല്ലാതെ നിന്നെ പോലെ സുന്ദരനായ പിള്ളേരെ നോക്കലല്ല പണി. ഞാൻ എതിർഭാഗത്തെ ടീമിനെ നോക്കിയതാ. മാച്ച് നടക്കുന്ന സമയത്ത് ഷോണിന്റെ ഫോക്കസും പാഷനും നമ്മുടെ ഐസക്കിനെ പോലെ തന്നെയായിരുന്നു. നീ പറഞ്ഞ ശരിയാണോ? തീർച്ചയായിട്ടും.
സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഒരേ ടീമിലായി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അത് ഉറപ്പാ. നീ എന്തൊക്കെയാ പറയുന്നത്? അവൻ നമ്മുടെ ശത്രു, അതറിയില്ല നിനക്ക്. അവൻ സുന്ദരനായത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ കാര്യമായിട്ട് ഇത് പറഞ്ഞത്. നീ ഇപ്പോഴും ആ ലെഫ്റ്റ് കോർണറിൽ തന്നെ അടിച്ച് പ്രാക്ടീസ് ചെയ്യാനാണോ ഉദ്ദേശം? അതെ. നീ എവിടെ പോവാ? എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ. ഞാൻ എന്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഹേ ഷോൺ, അവൻ ആ കോർണറിൽ തന്നെ ബോൾ അടിച്ചത് എന്തിനാണെന്ന് ആലോചിച്ചോ? അവൻ അറിയാമായിരുന്നു അങ്ങനെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നിട്ടും അവൻ അങ്ങോട്ട് തന്നെ അടിച്ചോണ്ടിരുന്നു. അതിന്റെ പിന്നിൽ എന്താണ് കാരണമെന്ന് എനിക്ക് അറിയണം. ഓ, ഒരു ഗെയിമിന് മുമ്പേ നീ ഇത്രയും സീരിയസ് ആയി ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടേ ഇല്ല. ഇതിനു മുമ്പ് എനിക്ക് ഇത്രയും സീരിയസ് ആയിട്ടിരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം ഐസക്കിനെ ഞാൻ നേരിട്ടില്ല. എന്താ, നിനക്ക് ബെയർഫൂട്ടിന്റെ കൺട്രോളറിനെ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അടിപൊളി, ഇപ്പൊ എനിക്ക് കിട്ടിപ്പോയി. എന്താ കിട്ടിയത്? എന്ത് കിട്ടിയെന്നോ? നാളെ എങ്ങനെയാ സൂര്യന്റെ വെളിച്ചം കിട്ടുക എന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചു. സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും. കമോൺ മേറ്റ്, എന്റെ ഒപ്പം കളിക്കേ. സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും. ഐസക്, നീ അവിടെ എന്താണ് ചെയ്യുന്നേ? നീ വീണ്ടും ജിജെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയോ? സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും. ഇന്നത്തെ കാലാവസ്ഥ വെയിലുണ്ടെങ്കിലും ചെറുതായിട്ടും മഴ പെയ്യും. ടെമ്പറേച്ചർ 24-നും 27-നും ഇടയ്ക്കായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ചെറുതായി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വൈകിട്ട് കാറ്റ് പ്രതീക്ഷിക്കാം. ഇന്നപ്പോ വെയിലുണ്ടാവും. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി പരിധിക്ക് പുറത്താണ്. ദയവായി കുറച്ചു കഴിഞ്ഞ് വിളിക്കുക. കോൾ നമ്മളെ ടീമിനെ വിട്ട് പോയെന്നാ തോന്നുന്നത്. പക്ഷെ നമുക്ക് അവനെ ആവശ്യമാണ്. വിഷമിക്കണ്ട, അവൻ വരും. എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് നല്ല വെയിലുണ്ടാവുന്ന വിശ്വസിക്കുന്നു. എന്റെ എതിരാളി എത്ര വലുതാണോ അത്രയും വലുത് തന്നെ എന്റെ ക്ലാസും. ഇന്നലത്തെക്കാളും വലിയ ക്ലാസ് ആണല്ലോ. ഐസക് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അവനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ നല്ലപോലെ കളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഗെയിം തുടങ്ങുന്ന മുമ്പ് കുറച്ച് വെയിറ്റ് ചെയ്യാവോ? മാച്ച് ഇനി 1 മിനിറ്റിനകം തുടങ്ങും. ഏതെങ്കിലും ടീമിന്റെ ഒരു പ്ലേയേഴ്സെങ്കിലും കുറവാണെങ്കിൽ പിന്നെ മാച്ച് ക്യാൻസൽ ചെയ്യും. കാൾ, നീ എന്താ വരാത്തെ?
കമോൺ കോൾ, നീ എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ. ഞാൻ വന്നു. നീ ഞങ്ങളെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പോഴും ലെഫ്റ്റ് കോർണറിൽ അടിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഉം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തോക്കാൻ പാടില്ല, മനസ്സിലായോ? ഗോ ടീം ബാർഫുട്ട്, നിങ്ങളെ കൊണ്ട് കഴിയും. ഗോ ടീം പേഴ്സീസ്, നിങ്ങളാണ് ബെസ്റ്റ്. ഓപ്പോണന്റ് ടീമിൽ ചേരുന്നത് നിർത്തോ? മര്യാദയ്ക്ക് കളിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഗോ ടീം ബാർഫുട്ട്, നിങ്ങളെ കൊണ്ട് കഴിയും. ഷോൺ, എന്തു പറ്റി? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറ. ഐസക് എന്തിനെ കുറിച്ചാണ് കൺസേൺ ആയിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം, അതുകൊണ്ടാണ്. കിക്ക് ഓഫ് തീരുമാനിക്കാൻ നമ്മളിപ്പോ കോയിൻ ടോസ് ചെയ്യും. നിങ്ങൾ ഞങ്ങളോടൊന്നും ചോദിക്കണ്ട, അവര് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് കളിയാണ് പ്രധാനം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറയുന്നത് ശരിയാ, പിന്നെ കരയാൻ നിൽക്കരുത്. ഹെഡ്സ് ആണ്. ഹെഡ്സ് ടീം ബാർഫുട്ടിനാണ് അവസരം. ഇപ്പൊ സമയം 3 നമ്മുടെ കയ്യിലുള്ള സന്ദർഭം എല്ലാം ഇപ്പൊ ഉപയോഗിച്ചേ പറ്റൂ. നമ്മൾ കിക്ക് ഓഫ് ചെയ്യണം. ഞങ്ങൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് അറ്റാക്ക് ചെയ്യുന്നു. ജിജിഒ നാഷണൽ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ജിജിഒ ചാലഞ്ചിന്റെ ഇത് അവസാനത്തെ മാച്ചാണ്. ചാലഞ്ചിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇന്നത്തെ മാച്ചിൽ ആര് ജയിക്കുന്നുണ്ടോ അവര് ജിജിഒ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കായിരിക്കും കളിക്കാൻ പോകുന്നത്. ന്യൂക്ലിയസ് ആൻഡ് കോബ്ര, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കളിക്ക്. കണ്ടോ, നമ്മുടെ കിക്ക് ഓഫ് തുടങ്ങിയ തൊട്ട് അവർ ഓടാൻ തുടങ്ങിയതാ. അത് അടിപൊളി കാര്യമാണ്. അതുകൊണ്ട് സാറ്റലൈറ്റിന് ഇന്ന് ഒരുപാട് അധ്വാനിക്കേണ്ടതായിട്ട് വരൂ. അവർക്ക് ഡിഫൻസ് കളിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ അവര് സമയം നോക്കി അറ്റാക്ക് ചെയ്യൂ. ഓക്കെ, മെത്ത്, സാറ്റലൈറ്റ്, അവരെങ്ങനെ കളിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഗോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്രോസൺ, ടൈറ്റൻ, ഡിഫൻസിന്റെ ലൈൻ നീ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഫ്രോസൺ, നീ അഫൻസിൽ സഹായിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. ബാർഫുട്ടിന്റെ മാച്ച് ഒരിക്കൽ കൂടെ പേഴ്സേഴ്സിന്റെ കൂടെയാണ്. ഇന്നലെ തോറ്റ മാച്ചിന്റെ പകരം വീട്ടാനാണ് ഈ അവസരം. ടീം ബാർഫുട്ട് ഈ അവസരം മുതലാക്കുമോ? ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ടീം ബാർഫുട്ട് അവരുടെ ലൈൻ ഓഫ് ഡിഫൻസ് തള്ളിമാറ്റുകയാണ്. ഫ്രാങ്ക്സ്റ്റർ ബോൾ ബാക്ക്ഫീൽഡിലേക്ക് പാസ് ചെയ്തു. ടീം പേഴ്സേഴ്സ് ചെറിയ കളിക്കാരൊന്നുമല്ല, അവർക്ക് ഏതോ ഒരു പ്ലാൻ ഉണ്ട്. ഫ്രോസൺ, സാറ്റലൈറ്റ്, ഡിഫൻസിന്റെ കളി ഇപ്പൊ നിർത്തിക്കോ. ടൈറ്റൻ, അവരെ പിന്നിലാക്ക്. മെത്ത്, നീ മുന്നിൽ നിന്നിട്ട് നിന്റെ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പേഴ്സേഴ്സ് പെട്ടെന്ന് ഡിഫൻസിൽ നിന്ന് ഓഫൻസിലേക്ക് മാറി. ടീം ബാർഫുട്ടിന് ഓഫൻസിലേക്ക് മാറിയ ഒരു ഗോൾ അടിക്കാൻ പറ്റുമോ? ഓൾറൈറ്റ്, അടിപൊളി ടൈറ്റൻ, അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത്. പേഴ്സേഴ്സ് ടീമിലെ കോൾ ബാക്ക് മുന്നിലേക്കാണ് പോയത്. ടോപ്പറിന്റെ സ്പീഡ് വളരെ അധികമാണ്. ആർക്കും അതുകൂടെ മാച്ച് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ ആർക്കാണ്ട് ആ സ്പീഡ് ഉണ്ട്. ടോപ്പറും ഒഫൻസിലും മിഡ്ഫീൽഡ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു. അങ്ങനെ തന്നെ. ബോൾ ബാർഫുട്ടിന്റെ കൺട്രോളിലാണ്. അറ്റാക്ക്, അറ്റാക്ക്, അറ്റാക്ക്. ടീം ബാർഫുട്ട് ഗോൾ അടിക്കാൻ ബോളുമായിട്ട് പോകുന്നുണ്ട്. ടീം പേഴ്സേഴ്സിന്റെ ഡിഫൻസ് ഈ പ്രാവശ്യം തകർക്കുമെന്ന് തോന്നുന്നു. അവര് മെത്തിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവനെ തന്നെ മാർക്ക് ചെയ്യുക. തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യാം സർ. ടീം ബാർഫുട്ടിനെ ഒതുക്കാൻ പേഴ്സേഴ്സ് 1-on-1 സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ കുഴപ്പമില്ല. ഗോൾ തടയാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ബാർഫുട്ടിന് ഇത് ചെയ്യാൻ കഴിയുമോ?
സാറ്റലൈറ്റ് നീ ഇപ്പൊ ബോൾ നല്ല ഉയരത്തിലടിക്ക്. മിത്ത് നീ അതിന് തയ്യാറായിക്കോ. ഇത് ശരിക്കും ഒരു എയർ ബോൾ പോലെ തന്നെ. മിത്തിനാണ് ഇത് ഷൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുന്ന. ഇത് അവന്റെ ഫേവറേറ്റ് കോർണർ ആയിരിക്കുമോ? അവൻ വീണ്ടും അപ്പർ ലെഫ്റ്റ് കോർണറിലാണ് അടിക്കാൻ പോകുന്നത്. അപ്പർ ലെഫ്റ്റ് കോർണർ. മിത്ത് അടിച്ച ഷോട്ടിന് ഒരുപാട് പവറുണ്ട്. എന്തായാലും ഷാഡോ ആ ബോൾ തടഞ്ഞിരിക്കുന്നു. ഇത് വളരെ ദുഃഖമാണ്. എല്ലാരും ശ്രദ്ധിച്ചു കേക്ക്. ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരെ മിത്ത് മുമ്പിൽ തന്നെ കളിക്കും. എല്ലാവരും ഡിഫൻസിൽ ഉണ്ടാവണം. ടീം ബാർഫുട്ടിന് ഗോൾ അടിക്കാൻ പറ്റിയില്ല. അവർക്ക് കളിക്കാൻ കൂടുതൽ ശക്തിയുണ്ട്. പക്ഷേ പെർഷ്യസ് തകർക്കാൻ പറ്റാത്തൊരു മതിലായിരിക്കുന്നു. അവരെ തകർക്കാൻ ടീം ബാർഫുട്ട് ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ബോൾ മിത്തിനെ പാസ് ചെയ്. പക്ഷേ ഓംനി ഡയറക്ഷണൽ ടാക്കിളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ ഒന്ന് അടങ്ങുന്നുണ്ടോ ഐസക്? മിത്ത് പൊസിഷനിൽ ഉള്ളിടത്തോളം കാലം സാറ്റലൈറ്റ് ബോൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നേ. അവന് ഓംനി ഡയറക്ഷണൽ ടാക്കിൾ ചെയ്ത് വീഴ്ത്താൻ പറ്റൂ. മനസ്സിലായി, ഓംനി ഡയറക്ഷനിൽ തന്നെ ചെയ്യാം. ഹായ്, നിന്നെ ഒരിക്കൽ കൂടി കണ്ടതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഓംനി ഡയറക്ഷണൽ ടാക്കിൾ. സാറ്റലൈറ്റ് നിന്റെ ടാലന്റ് ഒന്ന് കാണിച്ചു കൊടുക്ക. നിന്റെ ഗ്രാവിറ്റി ട്രിബിൾ ഉപയോഗിക്കാൻ നോക്ക്. സാറ്റലൈറ്റിന്റെ ട്രിബിൾ ഒന്ന് നോക്കൂ. ആർക്കും കാണാൻ പറ്റാത്ത ഗ്രാവിറ്റി ഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവൻ ന്യൂക്ലിയസിനെ ക്രോസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നടക്കുമെന്ന് ആരും വിചാരിച്ചില്ല. വളരെ നന്നായിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ. ന്യൂക്ലിയസിന്റെ ആംനി ഡയറക്ഷൻ ട്രാക്കിൽ ചിലപ്പോ പവർഫുൾ ആയിരിക്കാം. പക്ഷേ നമ്മള് ബോൾ കൺട്രോൾ ചെയ്യുന്നവര് അവന് തടയാനായിട്ട് കഴിയില്ല. സാറ്റലൈറ്റ് ബോളിൽ കാല് തടയുന്നത് വരെ നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. കണ്ടോ, ഈ ഗ്രാവിറ്റി ട്രിബിൾ കാലിനും ബോളിനും ഇടയ്ക്കുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡിന് ബലം കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ട്രിബിളിനെ ആംനി ഡയറക്ഷണൽ ട്രിബിളിനെതിരെ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് സംശയമില്ല, നീ നല്ലൊരു ഡ്രിബ്ലിംഗ് എക്സ്പെർട്ടാ. നീ കലക്കിക്കോൾ. ഞാനും ടൈറ്റിന് വേണ്ടി ഇങ്ങനത്തെ ഒരു അടിപൊളി സിഗ്നേച്ചർ മൂവ് ഉണ്ടാക്കാൻ പോവാ. നമുക്കത് കാണാം. സാറ്റലൈറ്റ് മിത്തിനടുത്തേക്ക് ബോളിനെ ലോങ് പാസ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഷാഡോ അതിനെ തട്ടിയെടുത്ത് ബോൾ ഒരു ഷോർട്ട് പാസ് ചെയ്തിരിക്കുന്നു. ന്യൂക്ലിയസ് ഗോൾ അടിക്കാൻ ഗോൾ പോസ്റ്റിനടുത്തേക്ക് വരുന്നുണ്ട്. ടീം ബാർഫുട്ടിന്റെ ഡിഫൻസിന് ഈ പ്രാവശ്യം ഇത് തടയാൻ കഴിയുമോ? സാറ്റലൈറ്റ് അവൻ ബോൾ പാസ് ചെയ്യാതെ നോക്കണം. അവിടെ തന്നെ നിക്ക്. അവൻ കാലുകൊണ്ട് ബോൾ ട്രിബിൾ ചെയ്യുന്ന കണ്ടില്ലേ? പക്ഷെ ന്യൂക്ലിയസ് അവസരം കൊടുക്കാതെ ബോൾ കൊണ്ട് പോയി. പക്ഷെ ടോപ്പർ അവന്റെ തല ഉപയോഗിച്ചാണ് ഗോൾ അടിക്കാൻ നോക്കിയത്. പക്ഷെ ഗോളി അവൻ തടഞ്ഞിരിക്കുന്നു. ഗോൾ കീപ്പർക്ക് ഗോൾ തടയാൻ കഴിഞ്ഞു. പക്ഷേ ഒരു റീബൗണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? സാറ്റലൈറ്റ് പെട്ടെന്ന് ആ ബോൾ തട്ടിയെടുക്കാൻ നോക്ക്. അവർ വലിയൊരു ഷോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഗോളായി. ഇപ്പൊ സ്കോർ 1-0. ടീം പേഴ്ഷ്യസിന്റെ സ്ട്രാറ്റജി വളരെ ഭംഗിയായിരുന്നു. മാച്ചിന്റെ 25ാമത്തെ മിനിറ്റിൽ അവരൊരു ഗോൾ അടിക്കാൻ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ജയിച്ചു. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മളാണ് ഇപ്പൊ കിക്ക് ഓഫ് ചെയ്യുന്നത്. അവരിപ്പോ ഡിഫൻസ് ചെയ്യൂ, നമ്മളാണ് ശരിക്കും അറ്റാക്ക് ചെയ്യേണ്ടത്. അത് ശരിയാണ്. ഒരു ഗോൾ മാത്രം അടിച്ചാൽ മതിയല്ലോ. നമുക്ക് ആ ഗോൾ എങ്ങനെയും നേടണം. ബെയർഫുട്ട് ഗോൾ അടിക്ക്. ടീം ബാർഫുട്ട് ആണ് ഓഫൻസിൽ കളിച്ചോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അവരൊരു ഗോൾ അടിക്കുമോ? അതെല്ലാം ഐസക്കിന്റെ സ്ട്രാറ്റജി അനുസരിച്ചിരിക്കും. നമുക്ക് കാണാം. എന്തൊക്കെയായാലും കൗണ്ടർ ചെയ്യുന്നത് ടീം പേഴ്ഷ്യസ് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കും സാറ്റലൈറ്റിനെ പിടിക്കാൻ പറ്റില്ല. സാറ്റലൈറ്റിന് അടുത്താണ് ബോൾ ഇപ്പോൾ ഉള്ളത്. അവൻ മിത്തിന്റെ അടുത്തേക്ക് ബോൾ ഇപ്പൊ പാസ് ചെയ്തിരിക്കുന്നു. വളരെയധികം സ്പീഡിലാണ് മിത്ത് മുന്നിലേക്ക് പാഞ്ഞോണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മെത്ത് ഇപ്പൊ ഷോട്ട് അടിക്ക്.
വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ അടിച്ചോ. വീണ്ടും ലെഫ്റ്റ് കോർണറിലേക്ക് ബോൾ അടിച്ചിരിക്കുന്നു. എന്റെ ഐസക്ക് ഇനി മേലല്ല അവനോട് കോർണറിൽ അടിക്കാൻ പറയില്ല. നമുക്ക് ജയിക്കണമെങ്കിൽ ഒരു ഗോൾ എടുത്തേ തീരൂ. അല്ല, കഴിഞ്ഞ മാച്ചിൽ ഇതേ മൂവ് ആയിരുന്നല്ലോ, എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പുതിയ ടാറ്റിക് ഉപയോഗിക്ക്. നോക്കൂ കോൾ, ആ ടീമിലുള്ള ഷാഡോ ഭയങ്കര മിടുക്കനാ. നമ്മളുടെ പ്ലെയേഴ്സ് അവനെ പോലെ മിടുക്കനല്ല. അവനെ എതിർക്കാനുള്ള സ്കിൽസ് കുറവാണ്. അപ്പർ ലെഫ്റ്റ് കോർണറിൽ അടിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ആ കോർണറിൽ തന്നെ ബോൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എത്ര പറഞ്ഞാലും നീ എന്നെ വിശ്വസിക്കുന്നില്ല. എന്റെ ഒപ്പം നിൽക്കാതെ നീ ഇങ്ങനെ പിന്മാറിയാൽ അത് ഒട്ടും ശരിയല്ല. നിന്റെ കോയിൻ നീ പുറത്തെടുക്ക്. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ടോസ് ഇടാം. ഞാൻ ഹെഡ്സ് പറയുന്നു. ഞാൻ ജയിച്ചാൽ നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ശരി, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നീ ടോസ് തോറ്റാൽ മേലാൽ കോർണറിൽ ബോൾ അടിക്കരുത്. കോയിൻ ടോസിൽ കോളിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. ഞാൻ ഒരിക്കലും തോക്കില്ലാന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ തന്നെയാ പറഞ്ഞത് കോയിൻ ടോസ് ഇട്ട് നോക്കാന്ന്. ഒരുപക്ഷെ ജയിക്കുന്നുള്ള വിശ്വാസം അവനുണ്ടാകുമോ? ആ ടാറ്റിക് ഉപയോഗിച്ചാൽ നമുക്ക് ഗോള് കിട്ടുന്ന ഉറപ്പാണോ? 100%. എന്നാ പിന്നെ ഞാൻ കോയിൻ നോക്കുന്നില്ല. ഇത്തവണ ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഇതിൽ തോറ്റാൽ ഞാൻ പറയുന്ന പോലെ തന്നെ നീ ചെയ്യണം. നീ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞതേ സംഭവിക്കൂ. നോക്കൂ കൂട്ടുകാരെ, എല്ലാവരും നമ്മുടെ മിത്തിനെ ശ്രദ്ധിക്കണം. അവസരം കിട്ടിയാൽ ഷോട്ട് അടിക്കാൻ സഹായിക്കണം. ടീം പേഴ്സസ് 2 ബേഫുഡ് പ്ലേയേഴ്സിനാണ് ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത്. പക്ഷേ മിത്ത് വളരെ ഭംഗിയായിട്ടാണ് ബോൾ തട്ടിയെടുത്തിരിക്കുന്നത്. മിത്ത് ഇപ്പൊ ബോൾ കൊണ്ട് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് വരുന്നുണ്ട്. ടീം ബേഫുഡിന്റെ ലാസ്റ്റ് ചാൻസ് ആണിത്. ഗോൾ അടിക്കാൻ ഒരു അവസരം കൂടെ. ബോൾ തടയാൻ ഷാഡോ കോർണറിൽ തന്നെ ഉണ്ട്. വീണ്ടും ലെഫ്റ്റ് കോർണറിൽ തന്നെയാണോ അടിക്കാൻ പോകുന്നത്? എവിടെയാണോ അടിക്കാൻ പോകുന്നത്? ടീം ബേഫുഡ് അങ്ങനെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. മിത്ത് പലതവണ ലെഫ്റ്റ് കോർണറിലേക്ക് ബോൾ അടിച്ചിരുന്നു. പക്ഷേ അവസാനം ലെഫ്റ്റ് കോർണറിൽ ഗോൾ അടിച്ചത് ഒരു ഗോളായി മാറി. ഗോൾ അടിച്ചു. അങ്ങനെ അവസാനം ടീം ബേഫുഡ് ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് ഇരു ടീമുകളും 1-1 ഗോളിലാണ് ഇരിക്കുന്നത്. നീ ജയിച്ചല്ലോ. എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. നേരത്തെ അടിക്കാൻ പറ്റാത്ത ഗോൾസ് ഒക്കെ ഇപ്പൊ എങ്ങനെ അടിച്ചു? നമുക്ക് ജയിക്കാൻ അവിടെ സഹായം കിട്ടിയ. അപ്പൊ മോളില് നമുക്കൊരു കളിക്കാരൻ ഉണ്ടല്ലേ? ഓ, അടിപൊളി അടിപൊളി. കളിക്കാരനല്ല സൂര്യൻ. നീ എന്താ പറഞ്ഞേ? സൂര്യനോ? ഞാനും അത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. അതേ കോൾ, നീ പറഞ്ഞത് ശരിയാണ്. സൂര്യൻ കാരണമാണ് നമ്മൾ ജയിച്ചത്. ജിജിഒ ഫുട്ബോൾ പ്ലെയേഴ്സിന് മനുഷ്യരെ പോലെ ഒരു കണ്ണുണ്ട്. വെളിച്ചത്തിന്റെ രീതി അനുസരിച്ച് ആ കണ്ണിലുള്ള പ്യൂപ്പിൾസ് വികസിക്കും. സൂര്യപ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ ഹാഫ് സെക്കൻഡ് കണ്ണൊക്കെ ഇരുട്ടാവും. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഇതിനായിട്ടാണ് വെയിറ്റ് ചെയ്തത്. ആ ഓഫീസ് ബിൽഡിംഗിൽ സൂര്യപ്രകാശം അടിക്കാൻ ഞാൻ കാത്തിരുന്നു. ബിൽഡിംഗിലുള്ള സൂര്യപ്രകാശം ആ അപ്പർ ലെഫ്റ്റ് കോർണറിലേക്ക് ബ്രൈറ്റ് ആയിട്ട് അടിക്കും. അതാണ് അവരുടെ വീക്ക് പോയിന്റ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഗോൾ അടിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ വീട്ടിലിരുന്ന് അന്ന് റിസർച്ച് ചെയ്തോണ്ടിരുന്നത്? കാരണം ഇതാണ്, ഈ ഗ്രൗണ്ടിൽ മാത്രമാണ് നമുക്ക് സൂര്യ വെളിച്ചത്തിന്റെ ആവശ്യം വന്നത്. സോ നമുക്ക് സൂര്യ വെളിച്ചവും പിന്നെ ടൈമിങ്ങും ഒന്നിച്ചു വന്ന് ഗോൾ അടിക്കാൻ സഹായിച്ചു. പിന്നെ നിന്റെ ഫാൻസും നിന്നെ സഹായിച്ചല്ലോ. ലാസ്റ്റ് മാച്ചിൽ നീ എന്നെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താ പറയാ, ഇന്നലെ ക്ലൗഡ് ആയതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ വെതർ ചെക്ക് ചെയ്തു. ഉച്ച കഴിഞ്ഞ് വെയിലുണ്ടാവുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. നല്ല വെയിലുള്ള വരയ്ക്കും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. എന്റെ ഐസക്ക്, നീ ആളും എടുക്കും തന്നെ കേട്ടാ. ഐസക്, നീ ഒരു എക്സ്പേർട്ട് ആണ്.
ജിജിഒ ഫുട്ബോളിന്റെ സെക്കൻഡ് റൗണ്ടിന്റെ ക്വാളിഫയിങ് ഗെയിം ദാ ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. സ്കോർ ഇപ്പോ 1-1 നിൽക്കുന്നത്. ഇതൊരു ഡെഡ് ലോക്ക് ആണ്. ആരാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാൻ പറ്റുമെന്ന് ഈ അടുത്ത 45 മിനിറ്റിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ഇനി ഒന്നിനും കാക്കണ്ട, പെട്ടെന്ന് ഗോൾ അടിക്കാൻ തുടങ്ങിക്കോ. ഞാൻ വിചാരിച്ച പോലെ അല്ല അവര് കളിക്കുന്നത്, പക്ഷെ സാരമില്ല. ഛാത്ര ആൻഡ് കാസ്കറ്റ് മിത്തിനെ മാർക്ക് ചെയ്യ്. ന്യൂക്ലിയസ് ആൻഡ് കോബ്ര നിങ്ങൾ മുമ്പോട്ട് പോ. നമുക്ക് ഈ കളി ജയിച്ചേ പറ്റൂ. കമോൺ, ആ ബോൾ തിരിച്ചെടുക്കാൻ നോക്ക്. അങ്ങനെയല്ലേ അവരുടെ ഗെയിമിൽ തന്നെ അവരെ നമുക്ക് തോപ്പിക്കാൻ പറ്റുള്ളൂ. ടീം പേഴ്സേഴ്സിന്റെ പ്ലേയേഴ്സ് ടീം ബാർഫുട്ടിന്റെ പ്ലേയേഴ്സിനെ ആദ്യം തന്നെ ടാക്കിൾ ചെയ്യാൻ നോക്കുകയാണ്. അവർ ഷോട്ട് അടിക്കാതിരിക്കാൻ ഇവർ ചെയ്യുന്ന സൂത്രമാണോ ഇത്? പേഴ്സേഴ്സ് ടീം ബാർഫുട്ട് ടീമിനെ ശരിക്കും വളർന്നിരിക്കുന്നു. ഈ പ്രാവശ്യം ഷോട്ട് അടിക്കാൻ ഫ്രോസനാണ് അവസരം കിട്ടിയിരിക്കുന്നത്. ഫ്രോസൻ, നിനക്ക് ബോൾ പാസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഷോട്ട് അടിക്ക് വേഗം. ഒന്ന് വേഗം ആവട്ടെ ബ്രോസൻ. ഫ്രോസൻ ബോൾ ആയിട്ട് എത്തി കഴിഞ്ഞിരിക്കുന്നു. അവൻ പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നിരിക്കുന്നു. ഷാഡോ ബോൾ കൈക്കലാക്കിയല്ലോ. എന്തായാലും നല്ല കാര്യം തന്നെ. വാവ്, തമാശ ഒന്നല്ല, അവര് അത്രയ്ക്ക് കോൺഫിഡന്റ് ആണോ? ഓക്കെ ഫ്രോസൻ, ഇതാണ് നിന്റെ സമയം. ഷാഡോ ഗോൾ പോസ്റ്റ് വിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇത് വളരെ റിസ്കിയാണ്. ഷാഡോ വളരെ ഭംഗിയായിട്ടാണ് ബോളിനെ തടഞ്ഞിരിക്കുന്നത്. ഷാഡോ കാരണം ഗെയിം തന്നെ ഇപ്പൊ മാറിപ്പോയിരിക്കുന്നു. ഇപ്പൊ ബോൾ ന്യൂക്ലിയസിന്റെ കയ്യിലാണ്. എന്റെ അമ്മോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ പിന്നിൽ പോയി ടൈറ്റനെ സഹായിക്ക്. സ്കോർ ഇപ്പൊ 2-1 ആണ്. ബാർഫുട്ട് ഇനി ഒരു ഗോൾ അടിച്ചേ പറ്റൂ. പേഴ്സേഴ്സിനെതിരെ വീണ്ടും അവർക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റുമോ? സാറ്റലൈറ്റ്, നീ അടുത്തു വാ. അവിടെ വന്ന് കോബ്രയെ മാർക്ക് ചെയ്. ടൈറ്റൻ ന്യൂക്ലിയസിനെ തടയ് വേഗം. കോബ്ര ലെഫ്റ്റ് കോർണറിൽ നോക്കിയടിക്കുക. വേഗമാകട്ടെ, ആ ഷോട്ട് എത്രയും പെട്ടെന്ന് തടയ്. ഈ ഷോട്ട് കഴിഞ്ഞ പ്രാവശ്യം മിത്തടിച്ച ഷോട്ട് പോലെ തന്നെയുണ്ട്. പക്ഷേ ഷാഡോയിൽ ഇത് തടയാൻ കഴിഞ്ഞതായിരുന്നു. ടീം ബാർഫുട്ട് ഒരു പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. നിന്നെ കൊണ്ട് സാധിക്കും. വളരെ ഭംഗിയായിട്ട് ഗോൾ തടഞ്ഞിരിക്കുന്നു. അതിശയം തന്നെ, നന്നായി കളിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നിന്നെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് എങ്ങനെയാ ഗോൾ തടയാൻ കഴിഞ്ഞത്? നമ്മളുടെ ട്രിക്ക് തന്നെ നമുക്ക് നേരെ ഉപയോഗിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ കണ്ണിൽ ഞാൻ ലൈറ്റ് ഫിൽറ്റർ ആഡ് ചെയ്തത്. കൊള്ളാം, നിങ്ങളുടെ കളി ഞങ്ങളുടെ അടുത്ത് പറ്റില്ല. അതെ, നിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ കൊള്ളാം കേട്ടോ. ന്യൂക്ലിയസ് ആൻഡ് കോബ്ര പ്ലാൻ ചേഞ്ച് ചെയ്യ്. നമുക്ക് ഫുൾ ഓൺ അറ്റാക്കിലേക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞു. നിനക്ക് പറ്റാവുന്നിടത്തോളം നീ കളിക്ക്. നമുക്കിനി ഒരു ഗോളും കൂടി അടിച്ചാ മതി. സാറ്റലൈറ്റ് സൂക്ഷിക്ക്. ഇപ്പൊ ബോൾ ടീം പേഴ്സേഴ്സിന് അടുത്താണ്. ഗോൾ അടിക്കാനാണ് അവരുടെ അടുത്ത ഉദ്ദേശം. രണ്ട് പ്ലേയേഴ്സും ബോൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്കത് ചെയ്യാൻ പറ്റും കോബ്ര. കോബ്രയുടെ രണ്ട് സൈഡിലും ബാർഫുട്ടിന്റെ പ്ലേയേഴ്സ് ആണ്. ന്യൂക്ലിയസ് എങ്ങനെയെങ്കിലും കോബ്രയ്ക്ക് ബോൾ പാസ് ചെയ്യാൻ നോക്കുന്നു. അവൻ നമ്മുടെ നേരെ പാഞ്ഞു വരികയാണ്. പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ടെന്ന് തോന്നുന്നു. പേഴ്സേഴ്സിന്റെ പ്ലെയർ ദാ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. സൂക്ഷിക്ക് ഫ്രോസൻ, നീ വേഗം ചെന്ന് കോബ്രയെ തടയാൻ നോക്ക്. എത്രയും പെട്ടെന്ന് അവരവിടുന്ന് മാറ്റാൻ നോക്ക്. Too late, buddy. ബോൾ കോബ്രയ്ക്കാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഷോട്ടാണ്. ഗോൾ ആകുമോ എന്നറിയില്ല. ഇതൊരു ഗോൾ വീണ്ടും. ഇതൊരു മനോഹരമായ ഗോൾ ആയിരുന്നു. സ്കോർ ഇപ്പോൾ 2-1 ആണ്. പേഴ്സേഴ്സ് ലീഡിംഗ്. നമ്മളെ പറ്റിച്ച് അവര് ഗോൾ അടിച്ചിരിക്കുന്നു. അതെ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ ഒരു കളി കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു ഗെയിം അല്ലല്ലോ, ഇതൊരു യുദ്ധമാണ് കൂട്ടുകാരെ. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇതിൽ എന്ത് നടന്നാലും അത് ന്യായം തന്നെയായിരിക്കും. അത് അവരുടെ നല്ല കളിയല്ല, നമ്മളുടെ തെറ്റുകൊണ്ട് അവർക്ക് ആ ഗോൾ കിട്ടിയത്. ഇനി എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് എല്ലാരും കേൾക്കൂ. ഇനി നമ്മൾ ഗോൾ അടിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ഡിഫൻസിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഐസക്, ഇനി നമ്മളെന്താ ചെയ്യാ? നിങ്ങൾ വിഷമിക്കണ്ട ഗായ്സ്, ഞാൻ ഇപ്പൊ തന്നെ പുതിയ ഐഡിയ ഇറക്കാന്ന്. ഇനി സ്ട്രാറ്റജി എന്തായിരിക്കും? നീ ആ ട്രിക്സ് എന്തൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറ. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആ രീതിയിൽ നമുക്ക് കളിച്ചാ പോരെ. എന്താ ഇത് ടിമി, ആ ട്രിക്സ് പറഞ്ഞാ പിന്നെ അത് സീക്രട്ട് ആവില്ലല്ലോ.
ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഒട്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നെങ്കിൽ നീ നേരത്തെ ഉപയോഗിച്ചേനെ. ഞാനത് ഇപ്പൊ ഉപയോഗിക്കാനാ തീരുമാനിച്ചത്. എനിക്ക് ഇനി ഒന്നും കേക്കണ്ട. നിങ്ങൾ ഫുൾ ഡിഫൻസിലെ കളിക്കുന്നത്, ഇനി ഞങ്ങൾ ഫുൾ അഫൻസ് ആണ് കളിക്കാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ കയ്യിൽ അധികം ചോയ്സ് ഒന്നും ഇല്ലല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അറ്റാക്ക് മാത്ര. നിങ്ങൾ ഈ കളിയിൽ തോൽക്കും, നോക്കിക്കോ. നിങ്ങൾ സമാധാനിക്ക്. അവന്റെ കളിയാക്കൽ നമുക്ക് നിർത്തി കൊടുക്കാം. ഫ്രോസൺ, ടൈറ്റൻ, അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിക്കോ. ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ റെഡിയാണ്. അതന്നെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഷോട്ട് അടിക്ക്. അങ്ങനെയാണെങ്കിൽ ബാക്ക് ഫീൽഡ് എംറ്റി ആവില്ലേ? വെറുതെ ഒരു റിസ്ക് എടുക്കണോ? നിനക്ക് മനസ്സിലായില്ലേ? അവർക്കിനി ഗോൾ ആവശ്യമില്ല. അവരിനി ഡിഫൻസിൽ കളിക്കൂ. നമ്മൾ ഇനി അഫൻസ് കളിച്ച് ഗോൾ അടിച്ചേ പറ്റൂ. നീ അങ്ങനെ ചെയ്യരുത്, അത് വലിയൊരു മണ്ടത്തരാണ്. ഇനി ഗോൾ അടിച്ച് അവര് ജയിക്കും, അത് ഓർത്തോ. ഇല്ലെല്ലാം അവര് ജയിക്കുന്ന തോന്നുന്നു. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ. ഓക്കെ, നമുക്ക് ചെയ്യാം. അതന്നെ. ടീം ബെയർഫുട്ട് ഇപ്പൊ ഫുൾ ഒഫൻസിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ ടീം പേഴ്സീസും ഉണ്ട്. ഇനിയുള്ള മാച്ച് വളരെ ത്രില്ലിംഗ് ആയിരിക്കും. ടീം പേഴ്സീസ് ഇപ്പൊ നല്ല ഡിഫൻസ് മോഡിലാണ് ഉള്ളത്. ബെയർഫുട്ടിനാണെങ്കിൽ അധികം സമയവുമില്ല. ജയിക്കാനാണെങ്കിൽ അവർ 2 ഗോൾ നേടിയേ പറ്റൂ. ബെയർഫുട്ടിന് ഇത് ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, അവരെന്താ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്ന. അവൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു യുദ്ധക്കളം തന്നെയാണ്. യുദ്ധം ജയിക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കളിക്ക്, നിങ്ങളുടെ കളി ഞാനൊന്ന് കാണട്ടെ. നിർബന്ധം തന്നെയാണോ? പിന്നെ നിങ്ങൾ വിഷമിക്കരുതേ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലോ? ശരി ശരി, എല്ലാരും വേഗത്തിൽ മുന്നോട്ട് പോ. മെത്ത് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് എത്രയും വേഗം ചെല്ല്. ഗോൾ അടിക്കാൻ നോക്ക്. എനിക്ക് മനസ്സിലായി, അവര് മിത്തിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് മിത്തിനെ മാർക്ക് ചെയ്യൂ. ശരി, ഇപ്പൊ പ്ലാൻ മാറ്റിയേ പറ്റൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. മനസ്സിലായല്ലോ? ഇതാണ് പ്ലാൻ. നല്ലൊരു പ്ലാനാ, പക്ഷെ അത് നടന്നു കിട്ടിയാ കൊള്ളാം. ഓൾറൈറ്റ് ഗായ്സ്, നമുക്ക് പ്ലാൻ അനുസരിച്ച് ചെയ്യാം. 5 മിനിറ്റിൽ 2 ഗോൾ അടിക്കണം. ബെയർഫുട്ടിന്റെ സ്ട്രാറ്റജി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അടുത്ത ഏതാണ്ട് നിമിഷങ്ങൾ ബെയർഫുട്ടിന് വേണ്ടി നിർണായകരമാണ്. ഷാഡോ നോക്ക്. ഓ, അത് അങ്ങോട്ടല്ല വരുന്നത്. ആ ബോൾ പോസ്റ്റ് തട്ടി റീബൗണ്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ തന്നെ മെത്ത് ഗോൾ അടിക്ക്. വീണ്ടും ഒരു പാസ്. തമാശ കളിക്കാണ്. ഷോൺ കണ്ടോ അവർ ചുറ്റിനും ഓടുന്നത്? നീ ടെൻഷൻ ആവല്ലേ, അവർക്കും അത് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ റഷ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിസ്റ്റേക്സും ചെയ്യാൻ പാടില്ല. ഡിഫൻസ് മിനിമൈസ് ചെയ്യ. എല്ലാരും അടുത്തടുത്ത് തന്നെ നിൽക്കണം. ബോൾ മിസ് ചെയ്യരുത്. ഓക്കെ ടൈറ്റൻ, ഇപ്പൊ അടിക്ക്. ഇത് നിന്റെ ഷോട്ടാണ്. പാഴാക്കല്ലേ, അടിക്ക്. വിഷമിക്കണ്ട, ഞാനിത് നോക്കിക്കോളാം. മിത്തിനെ നോക്കി കളിക്ക്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു പാസോ. ടീം ബെയർഫുട്ട് ഇപ്പൊ ശരിക്കും കൺട്രോളിലാണ്. മെത്ത്, നീ ഇപ്പൊ വേഗം ഗോൾ അടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം, വേണമെങ്കിൽ പാസ് ചെയ്തോ. നിനക്ക് തോന്നിയ പോലെ കളിച്ചോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല ചോദ്യം. വേഗം ഷൂട്ട് ചെയ്യ. ഇത് ന്യായമല്ല. ടീം പേഴ്സീസിന്റെ ഡിഫൻസ് ഒന്നൊന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ന്യായമല്ല. മിത്തിൽ നിന്ന് നിങ്ങൾ കണ്ണെടുക്കരുത്. ബോൾ നേരെ ഗോൾ പോസ്റ്റിന് അടുത്തേക്കാണ് പോയിരിക്കുന്നത്. നീയാണ് മിടുക്കൻ, നീ ഗോൾ അടിക്ക്. സൂക്ഷിക്ക്. കൺഗ്രാറ്റുലേഷൻസ്, ഇതൊരു ഗോളാണ്. മാച്ച് സ്റ്റൈലാണ് എത്തിയിരിക്കുന്നത്. സ്കോർ 2-2. ഇനി വിന്നറിനെ തെരഞ്ഞെടുക്കാൻ ഒരു ഷൂട്ട് ഔട്ട് നടക്കും. കണ്ടോ, അവര് നമ്മളെ ശരിക്കും പറ്റിച്ചു. യുദ്ധത്തിലല്ല ന്യായമല്ല നീ പറഞ്ഞത്. നീ എന്തൊക്കെയാ ഞങ്ങളോട് പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഗോൾ അടിച്ചത് കണ്ടില്ലേ? നീ എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. പിന്നെ എനിക്കും നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നീ ശരിക്കും ഒരു നല്ല റോൾ മോഡലാണ് ഷോൺ. ഇപ്പൊ നന്നായിട്ട് കളിച്ചു, പക്ഷെ ഷൂട്ട് ഔട്ടിൽ അവർ എന്തായാലും നമ്മളെ തോൽപ്പിക്കും. അതറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെ കളിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. നീ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ നന്നായതിനേക്കാൾ നമ്മുടേതിനേക്കാളും അവരുടെ ഗോൾ വളരെ സ്ട്രോങ് ആ. കമോൺ ഡ്യൂഡ്, ഇത് ഇപ്പൊ ചെയ്യണ്ട. പക്ഷേ ഒരു ഷൂട്ടറായി നോക്കുമ്പോൾ മിത്ത് അവരുടെ പ്ലേയേഴ്സിനേക്കാളും നല്ല സ്ട്രോങ് ആണ്. നീ പറഞ്ഞത് ശരിയാ. ഞാൻ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അല്ല ഐസക്, ഇനി അടുത്ത പ്ലാൻ എന്താണ്? ഷാഡോ നല്ല ശ്രദ്ധാലുവാണ്. നേരത്തെ കളിയിൽ സൂര്യപ്രകാശം കാരണമാണ് അവൻ മിസ് ചെയ്തത്. അപ്പൊ അത് നമുക്കൊരു പക്കബലമാണ് അല്ലേ? കോൾ, നീ കോയിൻ ടോസ് ജയിച്ചേ പറ്റൂ. കാരണം ഏത് ഗോൾ പോസ്റ്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കണം. റൈറ്റിലുള്ള ഗോൾ പോസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്.
ചെയ്യാലോ, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതുവരെ ഒരു ടൈം മാച്ച് കളിച്ചിട്ടേ ഇല്ല. ഇനി എന്താ ഇപ്പൊ അടുത്ത പ്ലാൻ? എനിക്കറിയില്ല, അവന് ഇഷ്ടംപോലെ ടാലന്റ് ഉണ്ട്. പെനാൽറ്റി സൈഡ് തെരഞ്ഞെടുക്കാൻ ഇനി ഒരു കോയിൻ ടോസ് നടക്കും. സൈഡ് തെരഞ്ഞെടുക്കാൻ അവരെ സമ്മതിക്കരുത്. അവർ സണ്ണി സൈഡ് തെരഞ്ഞെടുത്താൽ നമ്മൾ ഈ ഗെയിം തോറ്റത് തന്നെ. ഐ എം സോറി, ഞാൻ വിചാരിച്ചു നിങ്ങൾ എതിരെ കളിക്കുന്ന ടീമിനായിരിക്കും ചോയ്സ് ചെയ്യാൻ അനുവാദം കൊടുക്കണേന്ന്. അല്ല, എന്തായി, പേടിച്ചു പോയോ? ഇപ്പൊ നീ എന്താ പറഞ്ഞേ? നമുക്ക് തീർച്ചയായിട്ടും കമ്പീറ്റ് ചെയ്യണമെങ്കിൽ സൈഡ് ചൂസ് ചെയ്തേ പറ്റൂ. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ലെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. ശരിയെന്നോ, ഇത് ഞാൻ തന്നെയായിരിക്കട്ടെ. ഞങ്ങൾ ഹെഡ്സ് തിരഞ്ഞെടുക്കുന്നു. ഇതുവരെ എന്നെ ആരും കോയിൻ ടോസിൽ തോൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ സൈഡ് തിരഞ്ഞെടുക്കുന്നു. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജയിക്കുന്ന ടീം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ റീജിയണൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കളിക്കും. മാച്ച് കാണാൻ വന്ന ആൾക്കാരിൽ നല്ല ആവേശമുണ്ട്. അവരാഗ്രഹിക്കുന്ന ടീം തന്നെയായിരിക്കും ജയിക്കുന്നത്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് കാണാൻ എല്ലാവരും നിശബ്ദമായി കാത്തിരിക്കുകയാണ്. ഷൂട്ടറും ഗോൾ കീപ്പറും പൊസിഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യ, നീയും ഷോണും ഒരേ ടീമിന് വേണ്ടി കളിച്ച നിങ്ങളെ ആർക്കും ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. ഞാൻ ഇപ്പൊ വിചാരിക്കുന്നതൊന്നും ന്യായമായതല്ല. ഈ മാച്ച് ജയിച്ചാലും അതുകൊണ്ട് ഞാൻ അഭിമാനിക്കില്ല. ഞാൻ പോയതിനു ശേഷം നാഷണൽ ടൂർണമെന്റ് കളിക്കാൻ ആരെങ്കിലും കൂടെ വേണം. ആരെയാണെന്ന് തീരുമാനിച്ചോ? നിനക്ക് അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? വേണ്ട അമിത്, അവിടെ നിൽക്കൂ. ഫുട്ടിലെ കൺട്രോളർ ടൈം ഔട്ടിൽ വിളിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജിജിഒ നാഷണൽ ടൂർണമെന്റിൽ നമ്മൾ ഒരുമിച്ച് കളിക്കും.